ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് റെനീഷ് ജോസ്. എൻ്റെ വീട് വയനാട് പനമരം അടുത്താണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് വടക്കേന്ത്യയിൽ സ്കൂളിലാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈ 27 കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യം അറിഞ്ഞത് എൻ്റെ അമ്മ എനിക്കൊരു കൃപാസനത്തിൻ്റെ പത്രം തരികയും ഈ പത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെയാണ് ഇൻഡയറക്റ്റായിട്ട് അമ്മ പത്രം തന്നതായിരുന്നു എൻ്റെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞൊരു സംഭവം. അതിനുശേഷം വടക്കേ ഇന്ത്യയിൽ വെച്ച് ഒരു സിസ്റ്റർ ജ്യോതിസ് എന്ന സിസ്റ്റർ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയും. എൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് ഉറപ്പായി നീ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. ആ സിസ്റ്ററിൻ്റെ ആ നിർദ്ദേശത്തിൻ്റെ ശേഷമാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം. അതിനുശേഷം ഞാനത് ഓൺലൈനായിട്ട് കൃപാസനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും കൃപാസനം പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം അധികം താമസിക്കാതെ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും കഴിഞ്ഞു. കൃപാസനത്തിൽ നിന്ന് ലഭിച്ച കുറച്ച് വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഇപ്പം. ആ അനുഗ്രഹത്തിൽ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കൈപ്പത്തിയുടെ പുറകിലായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടർ അത് ഓപ്പറേഷന് വേണ്ടി നിർദ്ദേശിച്ചതായിരുന്നു. ഓപ്പറേഷൻ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ സമയത്ത് തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഒരു സഹായം ഉറപ്പായി വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ കയ്യിലെ ആ മുഴ അത് മാറുകയും അതിനോട് ബന്ധപ്പെട്ട വേദനയും അതിനോട് ബന്ധപ്പെട്ട എല്ലാ അനുബന്ധ കാര്യങ്ങളും മാറുകയും ചെയ്തു. ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായി ഞാൻ വെച്ചിരുന്നത് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടായ അകൽച്ച അത് മാറിക്കിട്ടുക എന്നതായിരുന്നു. കാരണം ആ സമയങ്ങളിൽ കുടുംബാംഗങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയായിട്ട് മാനസികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും, ഞങ്ങൾ 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഈ കുടുംബ ബന്ധത്തിൽ ജീവിത പങ്കാളിയായിട്ട് മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ളൊരു വളരെയധികം ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായി കുടുംബ ബന്ധങ്ങളെ ഉള്ള അകൽച്ച മാറണമെന്ന് വെച്ചു. അതിന് ഉത്തരമായിട്ട് മാതാവ് അതിൽ പെട്ടെന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടായതിന് ഞാൻ ഓർക്കുന്നു. ഉടമ്പടി എടുത്ത് അന്ന് തന്നെ വൈകുന്നേരം ഞാൻ ജീവിത പങ്കാളിയെ വിളിക്കുകയും സംസാരിക്കുകയും ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത കാര്യങ്ങൾ പറയുകയും ചെയ്തു. അന്ന് മുതൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അകൽച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറുകയും പഴയ പോലെ ആ ഒരു ബന്ധം സുസ്ഥിരമായി തീരുകയും ചെയ്തു. അത് മാതാവിൻ്റെ ഒരു വലിയ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ആ ഒരു വലിയൊരു അത്ഭുതം നടന്നത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പിതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണത്താൽ സംസാരിക്കാനും അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു ബന്ധത്തിലേക്ക് അനുരഞ്ജനത്തിലേക്ക് വരുവാനും പിതാവുമായിട്ട് ആ ഒരു ഊഷ്മള നല്ല ബന്ധത്തിലേക്ക് വരുവാനുമുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. അതിന് വേറൊരു നിയോഗം ഞാൻ വെച്ചിരുന്നത് ജോലിയെ സംബന്ധിച്ചായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ജോലി സംബന്ധിച്ചുള്ള ചില പ്രതിസന്ധികളും, ഞാൻ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ ഒരു കുട്ടിയെ പണിഷ് ചെയ്യുന്നതും ബന്ധപ്പെട്ട് ഒരു തെറ്റായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ്, ഒരു കേസ് എൻ്റെ പേരിൽ ഉണ്ടാവുകയും ഞാൻ അതിൻ്റെ പേരിൽ കുറേയധികം വിഷമിക്കുകയും ചെയ്തു. ഞാൻ പല സ്കൂളുകളിൽ ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ കേസിൻ്റെ ഈ അവധിക്ക് പോകേണ്ടതും മറ്റു കാരണങ്ങളുമായിട്ട് എനിക്ക് ജോലി സ്ഥിരമായി ചെയ്യാനുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. പക്ഷെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അത്ഭുതകരമായിട്ട് ഒരു സ്കൂളിൽ തന്നെ ഒരു നല്ല ജോലി ലഭിക്കുകയും ഈ ഉടമ്പടി കേസ് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സമയങ്ങളിൽ എനിക്ക് ലീവ് എടുത്ത് പോകാനും എൻ്റെ ജോലിയെ ഒരു രീതിയിലും അത്
ബാധിക്കാത്ത രീതിയിൽ എനിക്ക് എൻ്റെ ജോലി അവിടെ തുടരാനും ആ ജോലിയിൽ വളരെയധികം വിജയിക്കാനും സാധിച്ചു. ജോലിയുടെ പല സമയത്തും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളുണ്ടായ സമയത്ത് ഞാൻ ക്ലാസ്സിലുള്ള കുട്ടികളെ സമർപ്പിക്കുകയും ഉപ്പ് വിതറി, അതേപോലെ ഞാൻ വ്യക്തിപരമായിട്ട് ഉപ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വിതറി. അത് ക്ലാസ് റൂമാണെന്ന് അതിന് പ്രാർത്ഥനയോടുകൂടി ഓർത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെയധികം അത്ഭുതകരമായ ഇടപെടലുകൾ എൻ്റെ പല പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ അനുഭവിക്കാൻ സാധിച്ചു. പിന്നീട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ സുഹൃത്ത് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില മാനസികമായ സമ്മർദ്ദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായതിന് ശേഷം ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി പോകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും അദ്ദേഹം തളർന്നു പോവുകയും മാനസികമായിട്ടും സംസാരിക്കാൻ കഴിയാതെ അങ്ങനെ വളരെയധികം പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാനിടയായി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനും അവിടെ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യാനും തൈലം പൂശി പ്രാർത്ഥിക്കാൻ അന്നേരം പ്രത്യേകമായിട്ട് എനിക്കൊരു അഭിഷേകം, ഒരു മാതാവിൻ്റെ ഒരു പ്രചോദനം എനിക്ക് ലഭിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ സാറിൻ്റെ നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അതിനുശേഷം സാറിനോട് വ്യക്തിപരമായി പറഞ്ഞ കാര്യം ഇതാണ്: അന്നു മുതൽ സാറിന് ദൈവത്തിൽ വിശ്വസിക്കാനുള്ളൊരു വലിയൊരു അഭിഷേകം ലഭിച്ചു. ദൈവത്തിൽ ആശ്രയിക്കാനും അതുപോലെ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളൊരു വലിയ പ്രത്യാശ ലഭിച്ചു, വലിയൊരു വിശ്വാസം ലഭിച്ചു എന്ന് അദ്ദേഹം പറയുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്ന് വളരെയധികം വിമുക്തി നേടുകയും ഇപ്പോഴദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസവും കൂടെ വിശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് അത്രമാത്രം ആത്മവിശ്വാസത്തോടെ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഇതുകൂടാതെ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സഹായം ആവശ്യമുണ്ടായിരുന്ന ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും അതുപോലെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മറ്റ് പ്രതിസന്ധികളുടെ മേഖലയിലും ഒക്കെ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വളരെയധികം അനുഗ്രഹവും ഞാൻ പ്രാർത്ഥിച്ചതിനെല്ലാം മാതാവിൻ്റെ പ്രത്യേകമായ സഹായം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയിലും മറ്റ് കാര്യങ്ങളിലും കുറച്ച് കോവിഡ് ബന്ധപ്പെട്ട് ആ സമയത്തിന് ശേഷം കുറച്ച് പ്രാർത്ഥനയിലും കുർബാനകളിൽ പോകുന്നതിലൊക്കെ കുറച്ച് കുറവ് വന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം നിത്യമായി കുർബാനയ്ക്ക് പോകാനുള്ളൊരു പരിശ്രമം ചില പ്രതിസന്ധികളും കാരണങ്ങൾ കൊണ്ട് ചില സമയങ്ങളിൽ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും അതിനുള്ള പൂർണ്ണമായ ഒരു പരിശ്രമവും ദിവ്യകാരുണ്യത്തെ അടുക്കാനും അതുപോലെ കൊന്ത ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പ്രത്യേകം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഉള്ള പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന അവിടെ തെലുങ്ക് ഭാഷയിലുള്ള പത്രം കൊണ്ടുപോവുകയും അവിടെ വിതരണം ചെയ്യുകയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ പ്രതിസന്ധി അനുഭവിച്ച ഘട്ടത്തിൽ ചില വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യാൻ അത് പ്രത്യേകമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ അധികമായിട്ട് ഉള്ള പൈസയൊന്നും ഇല്ലാത്ത സമയത്ത് ഇന്നൊരു എമൗണ്ട് നീ കൊടുക്കണം എന്നുള്ളൊരു പ്രചോദനം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് എനിക്ക് ആ സാമ്പത്തികമായിട്ട് സഹായം പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ള ചില വ്യക്തികൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഈ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ തന്നതിന് ഓർത്തുകൊണ്ട് മാതാവിനും പ്രത്യേകിച്ച് ഈശോയ്ക്കും പ്രത്യേകമായി നന്ദി പറയുകയും ഈ പരിശുദ്ധമായ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനയുടെ ഉടമ്പടിയുടെ അനുഭവങ്ങൾ വളരെ ചുരുങ്ങിയ ഭാഷയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പോഴൊക്കെ മാതാവിൻ്റെ ഒരു വലിയൊരു സംരക്ഷണം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതൊരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. എല്ലാ സാക്ഷ്യങ്ങളിലും നമ്മൾ ഈ ലഭിച്ച ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം അവർക്കുണ്ടാകുന്ന മനോഭാവത്തിലെ മാറ്റമൊപ്പം സ്നേഹത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പല സാക്ഷ്യങ്ങളിലുമുണ്ട്.
ഒരുപാട് കുടുംബങ്ങളിൽ അനുരഞ്ജനവും പരസ്പരമുള്ള സഹകരണവും ക്ഷമയുമൊക്കെ വർദ്ധിക്കുന്ന ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം അതാണ്. അതിനുശേഷമാണ് അതിലേക്ക് നിങ്ങളെ ദൈവം എത്തിക്കാനായിട്ട് ഒരു പക്ഷേ നമ്മൾ സമർപ്പിക്കുന്ന ബാക്കിയുള്ള നിയോഗങ്ങളൊരു കാരണം. അപ്പം ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഉടമ്പടിയെടുത്ത് അന്ന് തന്നെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നൊരു സമയത്ത് തൻ്റെ ജീവിത പങ്കാളി വിളിച്ചു. അന്ന് തന്നെ ആ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ സമയവും നിങ്ങളെല്ലാവരോടും ഉടമ്പടിയുടെ ഡേറ്റ് പറയണം, നിങ്ങൾ മാതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം പറയണം എന്നൊക്കെ പറയുന്നതും നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത് മാതാവിന് സമയത്തിന് വേണം, അല്ലെങ്കിൽ മാതാവിന് കാര്യങ്ങൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഇടപെടൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിനെ ദൃഢീകരിക്കുവാനാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ സമയം പ്രധാനപ്പെട്ടാണ്. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ അനുരഞ്ജനത്തിനും കാര്യങ്ങൾക്കും ദൈവം ഇടവരുത്തി എന്നുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത്. അതിലേക്ക് നയിച്ചതാണ് ബാക്കിയുള്ള. പിന്നെ വ്യക്തിപരമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുവാനും ഇപ്പം തൻ്റെ സഹപ്രവർത്തകർക്ക് പോലും, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ചെന്നിട്ട് ഞാൻ ഉടമ്പടി തൈലം തെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് അതിലൊന്നാമത് നമുക്കൊരു വിശ്വാസം വേണം, രണ്ടാമത്തെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിലുണ്ടാകണം. അല്ലാതെ ഒരാളോട് പോലും നമുക്ക് അത് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ഫേക്ക് അഡ്വൈസ് നമുക്ക് മുതിരാൻ പറ്റത്തുമില്ല. കാരണം ഒരു ദൈവികാനുഭവം ഇല്ലാതെ ഒരാളോടൊരു കൊന്ത കൊല്ലണമെന്ന് പോലും നമുക്ക് പറയണമെങ്കിൽ ഒരിക്കലെങ്കിലും കൊന്ത കൊല്ലിയിട്ട് ഒരിക്കലെങ്കിലും നമുക്കൊരു അനുഭവം ഉണ്ടാവണം. ആ അനുഭവം ഒരു വ്യക്തിയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നതാണ് ഉടമ്പടിയിൽ. നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവരോട് ഇതൊന്നും പറയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെ നമുക്കിതിൽ നിന്നൊന്നും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ ആ ഒരു ഇതിൽ നിന്ന് ലഭിക്കുന്ന കൃപ നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ദേവാലയവും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ വീണ്ടും എല്ലാവരും പറഞ്ഞ് നിർത്തുന്നെടുത്തതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ബലി അർപ്പിക്കുമ്പോഴും ബലിയിൽ പങ്കുകാരാകുമ്പോഴും കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമുക്ക് എന്ത് ലഭിച്ചു എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഒരു സോളിഡായിട്ടൊരു അനുഭവം പറയണം. പക്ഷേ ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു ബോധ്യത്തിലേക്ക് നയിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, അപ്പോൾ അങ്ങനൊരു ബോധ്യം ലഭിക്കുന്നതാണ് ആദ്യത്തെ അത്ഭുതം. രണ്ടാമത്തത് നമുക്ക് ലഭിക്കുന്ന മനോഭാവത്തിലും ഉണ്ടാകുന്ന സ്നേഹത്തിനും വീണ്ടെടുപ്പ്. മൂന്നാമത്തതാണ് ഇതിലേക്ക് നയിക്കുവാനായിട്ട് നിങ്ങൾ എഴുതി വെച്ച അല്ലെങ്കിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ. അതാണ് ഉടമ്പടിയുടെ അനുഭവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് കാനിൻ, ഇതെൻ്റെ ഭാര്യ അനുപമ. ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് സ്റ്റേജ് 3 ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ആൾ ഡോക്ടറാണ്, അങ്കമാലിയിലെ LF ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. PG കോഴ്സ് ചെയ്യായിരുന്നു, മെഡിക്കൽ PG കോഴ്സ് ചെയ്യായിരുന്നു. അതിൻ്റെ അവസാനത്തെ വർഷ പരീക്ഷയുടെ ഇടയിലാണ് ബ്രസ്റ്റിൽ ചെറിയൊരു ലംബ് കാണുന്നത്. അത് ഒരു ചെറിയ ലംബായിരുന്നു, ഒരു 1 സെൻറ്റിമീറ്ററോളൊക്കെ അതിൻ്റെ മാക്സിമം സൈസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മളത് സംശയിച്ചിരുന്നില്ല. പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോഴും അതിനങ്ങനെ ഒരു അപ്പിയറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടെ സർജറിയിലുള്ളൊരു ഡോക്ടറിൻ്റെ കൂടി ഒപ്പീനിയൻ എടുത്തപ്പോൾ പരീക്ഷയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയി സ്കാൻ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു മാസത്തോളമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ സംഭവം പ്രശ്നമായിരുന്നു, അത് ക്യാൻസറാണ്. പോരാത്തതിനത് കടലകൾ നോട്ട്സിലേക്കും കൂടി സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഷോൾഡറിലെ. പിന്നെ ആ സമയത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പ്രഗ്നൻസി. ഞങ്ങൾ 2 വർഷത്തോളം ഉണ്ടായി കല്യാണം കഴിഞ്ഞിട്ട്. ആ സമയത്ത് പ്രഗ്നൻസി 1 മാസം അത് ശരിയായി വന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അവിടെ ജോലിയുടെ കാര്യം കൂടി ശരിയായിട്ട് വന്നു. ഒത്തിരി സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ക്യാൻസറിൻ്റെ ഒരു കാര്യം വരുന്നത്. ശരിക്കും ഒരു 0 ആയിപ്പോയ സാഹചര്യമായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഈ സ്കാൻ ചെയ്തതിന് ശേഷം ഇത് എന്ത് ടൈപ്പാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ അടുത്ത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ബയോപ്സി ചെയ്തു. ബയോപ്സി റിസൾട്ട് കൂടുതൽ പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ടൈപ്പ് ക്യാൻസറാണ്, ഫാസ്റ്റ് സ്പ്രെഡിങ് ആണത്. പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആകെ പ്രാർത്ഥിക്കാനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ പള്ളിയിലെ അസിസ്റ്റൻറ്റ് വികാരി അച്ഛനും പിന്നെ ഒരു റിലേറ്റീവും കൂടി ഞങ്ങളെ കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അങ്ങനെ കൃപാസനത്തിൽ വന്ന് ഇങ്ങനെ നമ്മൾ ആകെ ധൈര്യവും ചോർന്നു പോയി, പ്രാർത്ഥിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല. ഒരു ഭയങ്കര വിഷമം പിടിച്ചൊരു ഘട്ടത്തിലാണ് കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തിൽ വന്ന് പോയതോട് ശേഷം തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രതീക്ഷ കിട്ടിയായിരുന്നു. അതിനുശേഷം അപ്പോൾ ഇങ്ങനെ പലരിടത്തും ഒപ്പീനിയൻ ചോദിച്ചിട്ട് ലാസ്റ്റ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴായാലും ഈ സ്റ്റേജിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പെറ്റ് സ്കാന്, ബ്രസ്റ്റ്, ബ്രെയിൻ, MRI അങ്ങനെ പല സാധനങ്ങൾ എടുക്കാനുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പല ദിവസങ്ങൾ മുമ്പേ അപ്പോയിൻമെൻ്റ് എടുത്താൽ മാത്രം കിട്ടുന്ന സ്ലോട്ടുകൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം
പെട്ടെന്ന് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സ്റ്റേജിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. ട്രീറ്റ്മെൻറ്റ് ആദ്യം 6 സൈക്കിൾ കീമോ ആണ് പറഞ്ഞത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കീമോയിൽ തന്നെ എൻ്റെ മുടിയെല്ലാം പോയായിരുന്നു. നമ്മൾ ശാരീരികമായിട്ട് നല്ല ബുദ്ധിമുട്ടുകൾ, ഫസ്റ്റ് കീമോ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഛർദിലായിട്ടും പിന്നെ ലൂസ് സ്റ്റൂളായിട്ടും എല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയെല്ലാം പോയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മുടെ അപ്പിയറൻസ് തന്നെ മാറുമ്പം നമ്മുടെ കോൺഫിഡൻസ് പോകും. ഇത്രയും നാളും ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന, വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാ, പേഷ്യൻസിനെ കണ്ടുകൊണ്ടിരുന്നതാ. അപ്പം ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് വരുമ്പോഴത്തേനും ആകെ മെൻ്റലി ഒരു ഡൗൺ ആവാൻ ആ ഒരു കാര്യം മാത്രം മതിയായിരുന്നു. പിന്നെ വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വരും. കാരണം ഒരു ട്രീറ്റ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആണ് ഇതിൻ്റെ. അപ്പോൾ ആ അവസരത്തിൽ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയ ശേഷം കിട്ടിയ ശക്തിയും ആത്മധൈര്യവും ഭയങ്കര വലുതായിരുന്നു. കാരണം ആ സമയത്ത് നമുക്കാണെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം കിട്ടിയ പോലെ തന്നെ തോന്നിയിരുന്നേ. ഞങ്ങൾക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ അവസരങ്ങളിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ട് നമുക്ക് ക്രൗഡുകൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് നമ്മൾ മെഡിക്കലി പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ആയിരിക്കണം കൂടുതൽ, വേറെ വിസിറ്റേഴ്സ് ഒന്നും പാടില്ല. അപ്പോൾ പക്ഷേ ആ സമയത്തും നമ്മുടെ ഉള്ളിൽ തോന്നിയൊരു പ്രേരണ കുർബാനയ്ക്ക് പോകണമെന്നായിരുന്നു. നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഈവൻ ദോ അതിന് മുമ്പൊക്കെ ഭയങ്കര ക്ഷീണമായിട്ട് തളർന്നതായിട്ട് കിടക്കുമായിരിക്കും. പക്ഷേ കുർബാനയിൽ പള്ളിയിലായിരിക്കുന്ന സമയത്ത് എനിക്കൊരു എനർജി ഉള്ള പോലെയായിരുന്നു. കുർബാന ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു. കാരണം പള്ളിയിലായിരിക്കുമ്പോഴും കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന പോലെയായിരുന്നു. അപ്പം അതൊരു ദൈവ കൃപയാൽ ലഭിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം കീമോ 6 സൈക്കിൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കാണെങ്കിൽ സ്കാൻ റിപ്പീറ്റ് ഉണ്ടായിരുന്നു. ആ റിപ്പീറ്റ് സ്കാൻ കഴിഞ്ഞ് സർജറിയാണ് പറഞ്ഞിരുന്നത്. സർജറിയിലുള്ള സാമ്പിൾ അയച്ചിട്ടുള്ള ബയോപ്സി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇനിയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഭയങ്കര നിർണായകമായിരുന്നു. കാരണം ആ ബയോപ്സി റിപ്പോർട്ടിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ അംശം ഉണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഞങ്ങളുടെ കീമോ സ്റ്റെപ്പപ്പ് ചെയ്യണം. ഇനിയും ഹൈ ഡോസ് മരുന്ന് വീണ്ടും തന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വേറെ കോഴ്സ്, അതായത് ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ മാറിപ്പോവും. കീമോ വീണ്ടും വേണ്ടി വരും. വീണ്ടും ഒരു കീമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓരോ 6ാമത്തെ സൈക്കിൾ ഇനി തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ബയോപ്സിയിൽ വരുന്ന ആ ആഴ്ച, അതായത് ആ 5 ദിവസം നമ്മളാണെങ്കിൽ ശരിക്കും നല്ലതായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഇവിടെ നമ്മളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനാണെങ്കിൽ 5 ദിവസം 33 പ്രാവശ്യം വെച്ച് ഞാനും ഹസ്ബൻഡും പ്രാർത്ഥിച്ചിരുന്നു. എങ്ങനെയും അത് ആ റിപ്പോർട്ടൊന്ന് നെഗറ്റീവായി കിട്ടിയിരുന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആ കീമോയുടെ സൈക്കിളെങ്കിലും കഴിഞ്ഞ് തീർക്കാം. ബാക്കിയുള്ളത് പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് അതനുസരിച്ച് പോകാം എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ വയസ്സ് റിപ്പോർട്ട് ചെന്നപ്പം ശരിക്കും ആ മുഴയും പിന്നെ എൻ്റെ ആ കക്ഷത്തിലെ ലെവൽ 1 ലെവൽ 2 ലിംഫ് നോട്ട്സ്, അതായത് ഒരു 22ഓളം കടലുകളും ഉണ്ടായിരുന്നു. അത്രയും എടുത്തിരുന്നു. അപ്പം അത്രയും റിമൂവ് ചെയ്ത സർജൻ എന്നോട് പറഞ്ഞിരുന്നത് എല്ലാത്തിനും നല്ല രോഗ അപ്പിയറൻസ് ആണ്, അത് ഡിസീസ്ഡ് അപ്പിയറൻസ് ആയിരുന്നു. നമുക്ക് ബയോപ്സി നോക്കട്ടെ, അതനുസരിച്ച് നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അവർക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു, അതെന്തായാലും ഏതെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് വരും, മാലിഗ്നൻസി എന്നുള്ള ഒരു റിസൾട്ട് വരും എന്നാണ് അവരുടെയും വിചാരിച്ചിരുന്നത്. പക്ഷേ അവർക്കും ഈ റിപ്പോർട്ട് വന്നപ്പോൾ അത്ഭുതമായിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം എന്നുള്ള രീതിയിൽ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പത്തോളജിക്കൽ റെമിഷൻ എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ കീമോ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. അങ്ങനെ കീമോ സ്റ്റോപ്പ് ചെയ്തു. കീമോ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഞങ്ങൾക്ക് റേഡിയേഷൻ ആയിരുന്നു അടുത്തത്. റേഡിയേഷൻ സർജറി കഴിഞ്ഞുള്ള ഇമ്മീഡിയറ്റ് പീരീഡിൽ റേഡിയേഷൻ എടുക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ കൈക്ക് നീര് വരാനുള്ള സാധ്യത എനിക്ക് കൂടുതലായിരുന്നു. കാരണം കൂടുതൽ കഴലുകൾ എടുത്തിരുന്നത് കൊണ്ടും പിന്നെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് റേഡിയേഷൻ തരുമ്പം നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനും മുറിവുണ്ടാവാനുള്ള റിസ്ക് കൂടുതലായിരുന്നു. പക്ഷേ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടും പിന്നെ അതുപോലെ പ്രാർത്ഥന കൊണ്ടും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു സർജറി കഴിഞ്ഞ്. മെയിൻ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കോഴ്സിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ലഭിച്ച ശരിക്കും പറഞ്ഞാൽ 2 ബോധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആരോഗ്യവും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓരോ അനുഗ്രഹങ്ങളും എല്ലാം ഒരു ദൈവാനുഗ്രഹമാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടി. അതുപോലെ ഈ സമയത്ത് നമുക്കാണെങ്കിൽ പ്രാർത്ഥനാ സഹായമായിട്ട് ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പലരായിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇതുപോലെ നമ്മുടെ അടുത്ത് വരുന്നവരുടെ അടുത്ത്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി മെഡിക്കൽ ഫീൽഡാണ്, ഞാൻ ഒത്തിരി പേഷ്യൻസിനെ കണ്ടാണ്. അപ്പം അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പം അത് കൂടുതൽ ഫീൽ ചെയ്ത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനം കൂടി ആയിരിക്കും ഈ ഇതെന്നാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ബോധ്യം എന്ന് പറയുന്നത്. പറയാനുള്ളത്, ഈ റേഡിയേഷൻ്റെയും കീമോയുടെയും സൈഡ് എഫക്റ്റ് ആയിട്ട്
സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. സ്കിൻ ഡ്രൈ ആയി ഭയങ്കര കടുത്ത ചൊറിച്ചിൽ ചെയ്യുമായിരുന്നു, നന്നായിട്ട് മാന്തേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഒരു ഓയിൻമെൻറ്റൊക്കെ വാങ്ങി ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. അതും വലിയൊരു സാക്ഷ്യമായിട്ട് ഞങ്ങളിവിടെ പറയുന്നു. ആ ചൊറിച്ചിലും അതോടുകൂടി മാറി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ HER2 പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആയിരുന്നു. അത് കുറച്ച് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് ഞങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ പലരും ഫൈനാൻഷ്യൽ സപ്പോർട്ടായിട്ട് ഫാമിലിയിൽ നിന്നും അങ്ങനെ പലരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ അലട്ടിയിരുന്നുമില്ല ഈ ഒരു സമയത്ത്. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ജോലി പോകാൻ പറ്റാത്ത അവസ്ഥയായി. അന്നത്തെ ആ നഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം ആരോഗ്യസ്ഥിതി വീണ്ടും പഴയ രീതിയിലാവാത്ത കാരണം അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും ഒരു അവസരത്തിന് വിളിച്ചിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുന്നു. പിന്നെ ഈ ഉടമ്പടി കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ടൗണിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ ചികിത്സാ സഹായം പോലെ കൊടുക്കും. ഒരാൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലും അല്ലാതെ പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ ഈ ഉടമ്പടി പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ത്യവിധിയിലെ 6 ചോദ്യങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ, അതിൽ കുറച്ചെണ്ണത്തിനൊക്കെ ഉത്തരം പറയാൻ പറ്റുന്നുള്ളൊരു ബോധ്യമുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം. അവസാനം പറഞ്ഞത്, ടെസ്റ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുഴപ്പവുമില്ലാതിരി ഒട്ടും ക്യാൻസർ ഇല്ല എന്നുള്ളതാണ് അവസാനം പറയുന്നത്. ഇത് പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത കാര്യമാണ്. ഇവർ ഉടമ്പടിയിലേക്ക് വന്ന് വിശ്വാസം പ്രഖ്യാപിച്ചു. ഉടമ്പടി തൈലമെല്ലാം ഉപയോഗിക്കുമ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ചാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടുന്ന സമയത്ത് ചൊറിച്ചിൽ പോയി. അതെല്ലാം നമ്മൾക്ക് പ്രകടമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ലൂക്ക 1:49 കർത്താവ് എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പറയാം, നമ്മുടെ ജീവിതത്തിൽ അമ്മയാണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അമ്മയുടെ മാധ്യസ്ഥമാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ ദൈവം എടുത്തു മാറ്റുവാനുള്ള കാരണം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനം അൾത്താരയുടെ മുന്നിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കും എന്ന് ഞാൻ ഓർത്തിരുന്നതല്ല. എങ്കിൽ ഞാനിവിടെ വന്ന് ഇന്ന് ഞാൻ സന്തോഷത്തോടെ, അതീവ സന്തോഷത്തോടെ ഞാൻ സാക്ഷ്യം പറയുകയാണ്. എൻ്റെ പേര് ബിനോയ് അഗസ്റ്റിൻ. ഇടുക്കി ജില്ല, ഇടുക്കി രൂപതയിൽ തന്നെ മങ്കുവ മുരിക്കാശ്ശേരിയിലാണ്. ഞാനവിടെ ഒരു കാറിൻ്റെ മാരുതി സർവീസ് സെൻറ്റർ നടത്തുന്നു. അങ്ങനെ ഞാൻ കുടുംബമായി ജീവിക്കുന്നു. എൻ്റെ ഒരു മകൻ കാനഡയിൽ, എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവൻ കാനഡയിൽ പാസ്സായി പോയി കാനഡയിൽ പഠിക്കുന്നു, ജോലിയും ചെയ്യുന്നു. രണ്ടാമത്തെ മകൾക്ക് IELTS എഴുതി പരാജയപ്പെട്ടു. 2ാം പ്രാവശ്യം അവളുടെ നിരാശയും ദുഃഖവും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളാം, നിനക്ക് IELTS കിട്ടും, ഓഫർ ലെറ്റർ ഇടും, പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിക്ക് വയ്ക്കുകയും ആ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ 1.5 വർഷത്തോളമായിട്ട് പല മെക്കാനിക്കലും പണിതിട്ട് സ്റ്റാർട്ടായി കിടന്ന ഒരു ഒമിനി വാൻ കിടപ്പുണ്ടായിരുന്നു. അത് ഉടമ്പടിയിൽ ഞാൻ വയ്ക്കുകയും അങ്ങനെ പല മറ്റു നിയോഗങ്ങളും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കൊച്ചിന് IELTSും വിസ എല്ലാം കിട്ടി. അവൾ പോയി ഒമിനി വാനിൽ ഞാൻ ഉടമ്പടി ഉപ്പ് വിതറുകയും ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് തന്നെ പണിയെടുത്ത് ആ വണ്ടി സ്റ്റാർട്ടാക്കി വിടുകയും ചെയ്ത് അത്ഭുതം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മെയ് മാസത്തിൽ ഉടമ്പടി വീണ്ടും പുതുക്കേണ്ട സമയമായി. അപ്പോൾ ഞാനിവിടെ നിന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശാരീരിക ക്ഷീണം, അസ്വസ്ഥത. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചു, എൻ്റെ ശരീരത്തിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അമ്മ മാതാവെ സൗഖ്യം തരണമെന്ന് പറഞ്ഞു. അത് എനിക്ക് ജൂലൈ മാസം ആയപ്പോഴേക്കും ഭയങ്കരമായ മൂത്രതടസ്സവും അതിഭയങ്കരമായ വേദനയായി. ഞാൻ യൂറോളജിസ്റ്റിനെ പോയി കാണുകയും അദ്ദേഹം MRI എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വലിയ ആശുപത്രിയിൽ പോവുക, ലിസിയിലോ ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയി
കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ലിസിയിൽ വരികയും ഒരു ചെറിയ സർജറിയിലൂടെ എൻ്റെ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വലിപ്പത്തിലുണ്ട്, ആ പ്രോസ്റ്റേറ്റിൻ്റെ സ്റ്റേജ് 4th എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ ആദ്യം എനിക്കൊരു ഞെട്ടലുണ്ടായി, മറ്റുള്ളവർക്കെല്ലാം ആകെ ദുഃഖമായി, പ്രാർത്ഥനയായി. അത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ എടുത്തപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ പുറത്ത് ചാടി നട്ടെല്ലിലും എത്തിയിട്ടുണ്ട്. ആകെ എല്ലാവർക്കും വിഷമമായി, ദുഃഖമായി. അപ്പോൾ തന്നെ എൻ്റെ സഹോദരി എന്നെയും കൂട്ടിക്കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ വന്ന് ഉടമ്പടിയിലുള്ള കൊണ്ട് എനിക്ക് ഇവിടെ ജോസഫച്ചനെ കാണുവാനും ഈ ആൾക്കാരിൽ ഇവിടെ നിന്ന് ജോസഫച്ചൻ എൻ്റെ തലയിൽ കുരിശ് വരയ്ക്കുകയും എൻ്റെ വയറ്റിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, നീ സാക്ഷ്യം പറയാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. അതും പ്രകാരം അങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് പിന്നീട് എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ യാതൊന്നുമില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടുതൽ തീഷ്ണയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അങ്ങനെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡിൽ പോകുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയും പ്രവർത്തനമായിരുന്നു എനിക്ക് കൂടുതൽ. എൻ്റെ ഭാര്യ വരെ പറയും, മനുഷ്യ നിങ്ങൾക്ക് അസുഖമാണെന്നുള്ളതും പേടിയില്ലേ, നിങ്ങളെല്ലാവരോടും സൗഖ്യമുണ്ടെന്നും പറഞ്ഞ് നടക്കുകയാണോ എന്ന് വരെ പലപ്പോഴും പറയാറുണ്ട്. എങ്കിൽ പോലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൽത്താരയിൽ നിന്ന് ജോസഫച്ചൻ കൈവച്ച് പ്രാർത്ഥിച്ച് നീ സാക്ഷ്യം പറയാൻ പറഞ്ഞതാണെങ്കിൽ അത് ഒന്നും ചുമ്മാതെ പറയുന്നതല്ല, ആ ദൈവം സംസാരിക്കുന്നതാണ്. അച്ഛൻ തന്നെ ഉടമ്പടി ധ്യാനത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്, പ്രോസ്റ്റേറ്റിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പ്രകാരം പിന്നീട് മറ്റേ കാര്യങ്ങളെല്ലാം നടത്തി. എനിക്ക് 25 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ടെസ്റ്റ് എടുത്തപ്പം എനിക്ക് ലിസിയിൽ വെച്ച് 178 PSA വാല്യൂ ഉണ്ടായിരുന്നു. അത് 25 ദിവസം കഴിഞ്ഞപ്പോൾ 0.652 ആയി വളരെ കുറഞ്ഞു. അന്ന് ഞാൻ ഈ റിസൾട്ടുമായിട്ട് രാജഗിരിയിൽ ഡോക്ടർ അരുൺ ഫിലിപ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അമ്മ മാതാവേ കൂടെ വരണമെന്ന്. ഞാൻ ആ ഡോക്ടറുടെ മുൻപിൽ ചെല്ലുമ്പോൾ ആ മാസത്തെ കൃപാസന പത്രത്തിൽ മാതാവിൻ്റെ രൂപത്തോടുകൂടി ഡോക്ടറുടെ മുമ്പിലിരിക്കുക. എനിക്ക് അതിയായ സന്തോഷമായി. അപ്പോൾ ഞാൻ ഡോക്ടർ അത് കണ്ടിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു, വൻ വിക്ടറിയാണ്, സക്സസ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോലെ എനിക്ക് അതിയായ സന്തോഷവും കൂടുതൽ തീഷ്ണയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നുള്ള ആഗ്രഹവും ആയി. ഞാൻ സെപ്റ്റംബർ 30 മുതൽ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനവും പ്രാർത്ഥനയും വർദ്ധിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരോടും പ്രവാസനത്തെക്കുറിച്ച് പറയുകയും ഹിന്ദി, മലയാളം, ബംഗാളി, തമിഴ് 4 പത്രങ്ങൾ ഇവിടെ ഒന്ന് വാങ്ങിക്കുകയും അത്തരക്കാരെ ആളുകളെ കാണുമ്പോൾ അവരോട് കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് പത്രം കൊടുക്കുകയും ഈ പത്രവുമായി മുരിക്കാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകളിൽ കയറി കൊടുക്കുകയും അവിടുന്ന് പിന്നെ ഞാൻ കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോവുകയും ബസ്സുകളിൽ കയറി നിങ്ങളെപ്പോലെ ഇതുപോലെ യാത്രക്കാരുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ ഒരു രോഗിയായിരുന്നു, എനിക്ക് സൗഖ്യം കിട്ടിയത് കൃപാസനം ആലപ്പുഴ മാതാവിൻ്റെ പത്രമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറിയൊക്കെ അണിഞ്ഞ ഒരാളെന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്, അതിന് ബസ്സിൻ്റെ കണ്ടക്ടർ. അപ്പോൾ ഞാൻ ഓർത്തു അദ്ദേഹം എന്നോട് എന്തെങ്കിലും ഇറങ്ങി പോകാൻ പറയുമായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ അദ്ദേഹം ആദ്യം ഞാൻ പറഞ്ഞൊരു പത്രം എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഒരെണ്ണം താന്ന് പറഞ്ഞ് വന്നു മേടിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു അക്രൈസ്തവനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷത്തോടുകൂടി ആ പത്രം വാങ്ങി എല്ലാവർക്കും പത്രം കൊടുത്തു. അങ്ങനെ പോന്നു. പിന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോയി പത്രം കൊടുക്കുകയും അവിടുത്തെ രോഗികൾക്ക് കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവർക്ക് ധനസഹായം കൊടുക്കുകയും ചെയ്തു. കൂടാതെ ഞങ്ങളുടെ അവിടുത്തെ ഒരു സ്നേഹമന്ദിരം എന്ന് പറഞ്ഞ ഒരു അനാഥ മന്ദിരമുണ്ട്. കുറേയേറെ രോഗികളും അനാഥരുമായിട്ടുള്ള അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും കൃപ കിട്ടി. അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് അവരുടെ കൂടെ ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൂടാതെ ഞാൻ എല്ലാറ്റിലും ഉപരിയായി എൻ്റെ കൂടെ പണിയെടുക്കുന്ന ഒരു ഹിന്ദിക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരികയും 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 3ാമത്തെ കുഞ്ഞ് ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞ് അവരെ 2 പേരും ഞങ്ങളോട് വഴക്കുപോലെയായി. അവസാനം ഒരു വടക്കേ ഇന്ത്യയിൽ നിന്ന് ഗുളിക രജിസ്റ്ററായിട്ട് എൻ്റെ കയ്യിൽ അയച്ചു വരികയും ലിഗസ്റ്റോറി കൊണ്ടുപോയി കാണിക്കുകയും അദ്ദേഹം എന്നോട് പറഞ്ഞത് അബോർഷനുള്ള ഗുളികയാണ് എന്ന് പറഞ്ഞു. ആ ഗുളിക ഞാൻ ഇങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തോട് ഈ ഹിന്ദിക്കാരനായ അവരോട് 2 പേരും പറഞ്ഞു, നിങ്ങളുടെ ആശുപത്രി ചെലവുകൾ മുഴുവൻ ഞങ്ങൾ വഹിച്ചോളാം, കുഞ്ഞിനെ നിങ്ങൾ കളയരുത്. പിന്നെയും അവൻ വഴക്കായപ്പോൾ ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ നീ കുഞ്ഞുണ്ടാകുമ്പോൾ തരാം, 2 ലക്ഷം രൂപ തരാം എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇപ്പോൾ ആ ഒരു നാട്ടിലെ ഉത്തർപ്രദേശിന് പ്രസവത്തിനായിട്ട് പോയിരിക്കുകയാണ്. കുറേ ചിലവുകൾ പൈസ ഇവിടെ വന്ന് ഇവിടുത്തെ ചിലവുകൾ ഞങ്ങൾ വഹിച്ചു. ഇനി പൈസ അവർക്ക് അയച്ചു കൊടുക്കണം. അതുകൂടാതെ ഞങ്ങളുടെ കൂടെ പണിയുന്ന ഒരു ബംഗാളിയുടെ ഭാര്യയുടെ അനിയത്തിക്ക് ഭയങ്കരമായ മരണാസന്ന രോഗമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ എൻ്റെ ഭാര്യ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വിശ്വാസപ്രമാണം, ജപമാല അങ്ങനെയുള്ള ഇതെല്ലാം എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയും നന്മ നിറഞ്ഞു അറിയുകയും ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കുകയും കുറച്ച് ഉടമ്പടി വസ്തുക്കൾ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു.
പിന്നെ വേറൊരു ഹിന്ദിക്കാരൻ്റെ കൊച്ച് തലയും കുത്തി തല തിരിഞ്ഞ് കിടക്കുക, അവരെ ആകമൊത്തം കരച്ചിലാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും ഇതുപോലെ നേർച്ച വസ്തുക്കൾ അയച്ചു കൊടുക്കുകയും അവർക്ക് ആ കുഞ്ഞുങ്ങൾ സുഖപ്രസവത്തോടെ കുഞ്ഞുങ്ങൾ ജനിക്കാനും മറ്റേ ബംഗാളിലെ രോഗിക്ക് സൗഖ്യം പ്രാപിച്ച് ഇന്നലെ വരെ അവർക്ക് ആരോഗ്യത്തിലാണ്. പിന്നെ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിച്ച് എൻ്റെ വീടിനടുത്ത് വായിസ് എന്ന ഒരു അമ്മയുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അമ്മയ്ക്ക് സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്താൻ സാധിച്ചു. പിന്നെ ലിസിയിൽ വെച്ച് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം, ലിസിയിൽ വെച്ച് ഞാൻ ആ ചാപ്പലിൽ നിത്യാരാധന ചാപ്പലിൽ തീഷ്ണതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ, 2-3 ഭാഗങ്ങൾ വായിക്കുമ്പോഴെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ പോസിറ്റീവായിട്ട് കിട്ടുന്നപ്പോൾ അവസാനം എനിക്കൊരു വചനം കിട്ടി, നിൻ്റെ തലയിലെ തലമുടി നാര് വരെ എണ്ണപ്പെട്ടിരിക്കുന്നു, ആകുലപ്പെട്ടതുകൊണ്ട് എന്ത് നേടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വചനം എനിക്ക് ശക്തി കിട്ടി. അങ്ങനെ അങ്ങനെ പോകുന്ന ഇപ്പോൾ എനിക്ക് ഈ അടുത്ത ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് സൗഖ്യം ടെസ്റ്റുകൾ എല്ലാം വളരെ വിജയകരമായിട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നെ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിവസവും പള്ളിയിൽ ഞാൻ പോകുന്നുണ്ട്. ഒപ്പം എൻ്റെ വീട്ടുകാർ, എൻ്റെ ഭാര്യ, സഹോദരങ്ങളുടെ മക്കൾ, അങ്ങനെയുള്ളവരെല്ലാം പള്ളിയിൽ പോരുന്നുണ്ട്. കൃപാസനത്തിൽ നിന്ന് അർത്തുങ്ക പള്ളിയിലേക്കുള്ള ജപമാല റാലിയിൽ ഞാൻ ഒക്ടോബർ 28-ാം തീയതി ജപമാല റാലിയിൽ പൂർണ്ണമായിട്ടും നടന്ന് പങ്കെടുക്കാൻ സാധിച്ചു. കൃപാസന പത്രവുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോവുകയും രാജകുമാരി പള്ളിയിലും വേളാങ്കണ്ണി പള്ളിയിലും മുട്ടയിൽ നടന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് എനിക്കൊരു കൃപ കിട്ടി. മറ്റുള്ളവർക്ക് വേണ്ടി നന്നായിട്ട് ഏത് വിഭാഗമൊന്നുമില്ല, എന്തോരം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടി. അങ്ങനെ എല്ലാവർക്കും അവിടെ പത്രം കൊടുക്കുകയും അങ്ങനെയുള്ള ഒത്തിരി ഏറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ കടയിൽ വരുന്ന ഒരാളോടെങ്കിലും ഒരു ദിവസമെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറയാൻ ഒരു പത്രം കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട്. ഇപ്പോഴും കൃപാസനത്തിൽ വന്നു പോകുന്നവരോട് ഞാൻ പറയും, എനിക്കൊരു 2 ബാഗ് പത്രം എത്തിച്ചു തരണം. ഞാനത് അവർക്കുള്ളവർക്കെല്ലാം പറഞ്ഞ് ബസ്സേലൊക്കെ ഇന്നലെ വരെയും ബസ്സേ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. മറ്റുള്ളവർ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി തിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ള പലരും കുട്ടികൾക്കും വേണ്ടിയിട്ടും വിസ കിട്ടാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇതിലുള്ളത്. കാരണം എല്ലാവർക്കും ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരാനായിട്ടൊരു പ്രൈം കോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊരു പക്ഷേ നമ്മൾ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോഴും ബധിരനെയും മൂകനെയും ഒക്കെ കർത്താവ് സൗഖ്യപ്പെടുത്തുമ്പോൾ ആ ഒരു ഇവൻറ്റിന് ശേഷം ആ വ്യക്തി പൂർണ്ണമായിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതായിട്ടാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. ചിലർ നന്ദിയില്ലാതെ പോകുമ്പോഴും ഒരാൾ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കർത്താവിൻ്റെ ആ ഒരു സുവിശേഷം വായിക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഒരു മാനുഷികമായിട്ടുള്ള റെസ്പോൺസ് ആണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ബൈബിള് വായിക്കാനുണ്ട്. ചിലർ അത്ഭുതം കിട്ടി ആ വഴിക്ക് അങ്ങ് പോവും, ചിലർ തിരികെ വന്ന് സാക്ഷ്യം പറയും, അല്ലെങ്കിൽ നന്ദി പറയുന്നത്. അപ്പോൾ ഈ ഒരു വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ക്രിസ്തു കൈമാറ്റത്തിൻ്റെ പാഠങ്ങളായിട്ടാണ് പിന്നീട് വ്യക്തിപരമായിട്ട് ലഭിച്ച ലാബിൻ്റെ റിപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് ഇന്നിവിടെ വന്നതും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ബഹുമാനപ്പെട്ട ആ ഡോക്ടറിൻ്റെ അടുക്കലും ഒരു പത്രം ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇത് നിങ്ങൾ കേൾക്കുന്നവർക്ക് അത് എത്രയും മനസ്സിലാവുന്നതില്ല. പക്ഷേ ഒരു മാതാവിൻ്റെ ഒരു ചലിക്കുന്ന സാന്നിധ്യം നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നിറയുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഒരു വിശ്വാസിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തതായിരിക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം നമ്മളവിടെ ചെല്ലുമ്പോഴും ആ ഒരു സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അത് ഫെയ്ത്ത് കണക്ട്സ് എന്ന് പറയുന്ന പോലെ നമുക്കത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അത് കടന്നു പോകുന്നവർക്ക് വ്യക്തമുണ്ട്. ഇതെല്ലാം ഒരു അനുഭവത്തിൻ്റെ തലത്തിലാണല്ലോ ആദ്യം നിൽക്കുന്നത്. പിന്നീട് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് കൂടുതൽ മറ്റുള്ള, അതായത് നമ്മുടെ ഭാഷ സംസാരിക്കാത്ത ബംഗാളിൽ നിന്നും മറ്റും ഇവിടെ ജോലിക്ക് വരുന്നവരുടെ നിയോഗങ്ങളാണ് പറഞ്ഞത്. അത് വല്ലാതെ ഒരു അത്ഭുതമായിരിക്കുന്നു. കാരണം അവരുടെയൊക്കെ കാര്യങ്ങളിലും പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്കും അനുഭവമുണ്ടായി, അവരെയും അപ്പോൾ ദൈവം ഓരോരുത്തർക്കും ഒരു മിഷൻ കൊടുക്കുമല്ലോ. എല്ലാവരും ഒരിടത്തല്ല. ഇപ്പോൾ ചിലർ സാക്ഷ്യം പറയുമ്പോൾ അവർ പറയും, ഇന്ന് കർത്താവിനോട് ബൈബിൾ തുറന്നപ്പം കടപ്പുറത്തോട്ട് പോകാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യങ്ങളുടെ വരുന്നുണ്ട്. എല്ലാവരും ബോധ്യത്തോടെ പറയുന്ന സാക്ഷ്യങ്ങളാണ്. അപ്പം ദൈവം തന്നെ എങ്ങോട്ടാണ് ചെയ്യേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ആയിരിക്കുന്നത്. അപ്പം ബസ്സിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പം ഒരു ഭോഷത്വം അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ കർത്താവ് പത്രോസും ജനമധ്യത്തിൽ ഇരുന്ന് എഴുന്നേറ്റ് പ്രസംഗിച്ചതായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. അത് കർത്താവിനെ എല്ലാവരും കൂടിയിരുന്നിട്ട് പത്രോസിൻ്റെയൊക്കെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ അല്ല അത്. സിനഗോഗുകളിൽ കർത്താവ് അധികാരികൾ കൊടുത്തിരുന്ന വചനപ്രഘോഷത്തിന് സമയമല്ല. ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് കാലവും താമസവും പള്ളിയും മൈക്കും ദേവാലയവും ഒന്നും അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ആയിരിക്കുന്നിടത്തെല്ലാം അത് പറയണമെങ്കിൽ ഫസ്റ്റ് ഈ പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായിട്ട് ബോധ്യപ്പെട്ട എന്തെങ്കിലും അനുഭവം വേണം. ആ അനുഭവങ്ങളാണ് ഉടമ്പടി ലഭിക്കുന്നത്. അപ്പോഴാണ് പത്രോസ് ജനമധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രസംഗിച്ചത്. അല്ല പാറമൂളി കയറി നിന്നോ
ഇരിപ്പിടത്തിൽ കയറുന്നൊന്നും പറയണില്ല. അത് അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണത്. വിളിച്ചു പറയും, നിങ്ങൾ കുരിശിൽ തറച്ചു കൊടുത്ത കർത്താവിനെ അവൻ ഉയർപ്പിച്ചു, നിങ്ങളവൻ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ സാക്ഷ്യങ്ങളും ഈ വചനവുമായിട്ടാണ് നമ്മൾ ബന്ധിപ്പിച്ച് വായിക്കുന്നത്. പിന്നെ രണ്ടാമത്തത്, ഈ വചനത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നതെന്ന് പലപ്പോഴും സാക്ഷ്യങ്ങളുടെ വ്യക്തമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാക്ഷ്യത്തിലും ഏശയ്യ 45 മനസ്സിൽ തോന്നിപ്പിച്ചെന്നാണ് പറയണത്. അക്രൈസ്തവരായുള്ളവരോട് സാക്ഷ്യം പറയുമ്പോൾ ബൈബിളിലൂടെയാണ് പ്രൈമറിലി ദൈവം സംസാരിക്കുന്നതായിട്ട് സാക്ഷ്യത്തിലൂടെ വ്യക്തം. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലും നിൻ്റെ തലനാര് മുടിയുടെ പോലെ എണ്ണപ്പെട്ടിരിക്കുന്നുള്ള പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ ആ സമയത്തിന് വ്യക്തമായിട്ട് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരെ ഇതൊക്കെ മുകളിൽ കിടന്ന് കളിക്കുന്ന കുറേയേറെ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു ദിവസം നമ്മളിത് അനുഭവിക്കുമ്പോൾ ആ ഒരു ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാകും. ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരല്പം വിശ്വാസത്തോടും കൂടി വരുന്നവർ പോലും ഒരു വലിയൊരു ദൈവാനുഭവത്തിലേക്ക് ഒരുപക്ഷെ ഇതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരും പോലും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു അൾത്താരയും കൂടിയാണ്. ഒരു പക്ഷേ ഈ ഒരു തുറവിയും ബോധ്യം ഉണ്ടാവണം. പക്ഷേ നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ട് ഞാൻ വിശ്വസിക്കുക എന്നുള്ളൊരു ലോജിക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം കർത്താവ് നേരിട്ട് വന്നിട്ട് പോലും വിശ്വസിക്കാത്തൊരു ജനസമൂഹം കർത്താവിന് ചുറ്റും ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ജനസമൂഹം ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസം ദൈവത്തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുവാനായിട്ടുള്ള ഈ ഉടമ്പടിയെ ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ഈ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തർക്കും ഓരോ അഭിഷേകമായിരിക്കും. ഇദ്ദേഹത്തിന് ലഭിച്ച അഭിഷേകത്തിനെ പ്രതിയും ഒപ്പം ലഭിച്ച സൗഖ്യത്തിനെ പ്രതിയും ഒപ്പം ലഭിച്ച വിശ്വാസ അനുഭവങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഇവിടെ നിൽക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തന്നതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് 2019 ഗൾഫിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയതാണ് ഞാൻ. നാട്ടിലെത്തിക്കഴിഞ്ഞുള്ള എൻ്റെ ജീവിതം വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു. ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള അതിനു മുമ്പ് ഞാൻ എവിടുന്ന് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ പേര് ശ്രീകുമാർ, ഇത് എൻ്റെ ഭാര്യ ദീപ. ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഇപ്പം വരുന്നത്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് KSFയിൽ നിന്ന് ഒരു പേഴ്സണൽ ലോണ് 2 ലക്ഷം രൂപ ഞാൻ നേടിയെടുത്തു. ഈ 2 ലക്ഷം രൂപ കയ്യിലിരിക്കുന്ന സമയത്ത് ഒരു കർത്താവ് വിശ്വാസം പറഞ്ഞ് ഒരാൾ കൂടെ കൂടി ഗൾഫിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 1,20,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഈ സമയത്ത് ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ ഒരു പ്രായമായ അമ്മച്ചിയുടെ അവസ്ഥ കണ്ട് അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി 50,000 രൂപ ഞാൻ അവർക്ക് ഒരു 2 മാസത്തെ അവധി പറഞ്ഞ് വായ്പയാണ് നൽകി. അങ്ങനെ കയ്യിലിരുന്ന എല്ലാ പണവും 2 ലക്ഷം രൂപയാണ് ആകെയുള്ളത്. ഈ 2 ലക്ഷം രൂപയും നഷ്ടമായി. ഒരു തരത്തിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പലതവണ ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല. ഞാനും ദീപയും കൂടെ 2023 ഇവിടെ വന്ന് ദീപയാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ ദീപ മുകളിൽ കയറിപ്പോയി കഴിഞ്ഞ് താഴെ വന്ന് പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞ് പോയൊരു കാര്യം, അവിടെ ഹിന്ദു ക്രിസ്ത്യൻ എന്നൊരു വേർതിരിവ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി ഇത് നടക്കുന്ന കാര്യമല്ല. ആ വേർതിരിവിനെ ഇഷ്ടപ്പെടാതെയാണ് ഞാനിവിടുന്ന് കടന്നു പോയതെങ്കിലും ദീപ എന്നോട് പറഞ്ഞു, അങ്ങനല്ല, അവിടെ മാതാവ് പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിലാണ്. എന്തായാലും ഞാനും ദീപ ഇവിടുന്ന് കടന്നുപോയി. കോട്ടയത്ത് ചെന്നപ്പോൾ ഈ 50,000 രൂപ കൊടുത്ത ആ അമ്മച്ചി എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, ശ്രീകുമാറിൻ്റെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ താ, ഞാൻ 25,000 രൂപ ഇപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലിട്ട് തരാം എന്ന് പറയും. അപ്പോൾ 1 വർഷത്തോളം കഴിഞ്ഞു ഞാൻ ആ പണം കൊടുത്തിട്ട്. ആ പണം പൂർണ്ണമായും എനിക്ക് തിരിച്ചു കിട്ടി. രണ്ടാമത് ഞാൻ നൽകിയ പണം 1,20,000 രൂപ വെഞ്ഞാറമ്മൂടുള്ളൊരു ആൾക്കാണ് കൊടുത്തത്. ആ പണവും എനിക്ക് 3 തവണയായി എനിക്ക് തിരിച്ചു കിട്ടി.
ഈ സമയത്ത് മാതാവിൻ്റെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് PWDയുടെ ഒരു കോൺട്രാക്ട് ലൈസൻസിന് വേണ്ടി ഞാനൊരു അപേക്ഷ നൽകിയിരുന്നു. അപ്പോൾ എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി, എനിക്ക് ഒരു കാരണവശാലും ഈ PWDയുടെ കോൺട്രാക്ട് ലൈസൻസ് കിട്ടത്തില്ല. അപ്പം ഞാൻ മുണ്ടക്കയം ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറെ സമീപിച്ചു. എനിക്കൊരു ഡിപ്പോസിറ്റ്, അതായത് 50,000 രൂപയുടെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പം ബാങ്ക് എനിക്കൊരു ഗ്യാരണ്ടി തരണം, അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലൈസൻസ് കിട്ടൂ. പക്ഷേ എനിക്ക് ഈ ഫെഡറൽ ബാങ്കിൽ എനിക്ക് ബാങ്ക് ബാലൻസോ ഡീറ്റെയിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾക്കിത് കിട്ടില്ല, പിന്നെ ഞാനിത് അയച്ചേക്കാം എന്ന് പറയുന്നു. ഞാൻ ദീപയോട് വീട്ടിൽ വന്ന് പറഞ്ഞു, ദീപ ഇത് കിട്ടാൻ സാധ്യതയില്ല, അവരയച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ ദീപ എന്നോട് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്, അമ്മ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഈ ലൈസൻസ് പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് അവിടുന്ന് എൻ്റെ ലൈസൻസിന് ആവശ്യമായ ആ ലെറ്റർ ആ ബാങ്കിൽ നിന്നും എനിക്ക് പോസ്റ്റിൽ എൻ്റെ വീട്ടിലെത്തി. പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം, ഞങ്ങളെ നിരന്തരമായ പ്രാർത്ഥനയിൽ ഇവിടെ ഉടമ്പടിയിൽ പറഞ്ഞപ്പോൾ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ കോട്ടയം PWD അതായത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ 12 ലക്ഷം രൂപയുടെ ഒരു വർക്ക് ഞാൻ ഈ ടെൻഡറായിട്ട് വെച്ച് എനിക്ക് കിട്ടി. 1 രൂപയ്ക്ക് നിവൃത്തിയില്ലാത്ത ഈ ശ്രീകുമാർ 12 ലക്ഷം രൂപയുടെ വർക്ക് കഴിഞ്ഞ മാസം പൂർത്തീകരിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കേരളം ഇത്രയും കടക്കണിയിൽ നിൽക്കുമ്പോൾ ഒരു ബില്ല് പോലും മാറാത്ത സാഹചര്യത്തിൽ എൻ്റെ ബില്ല് ഈ പരിശുദ്ധ അമ്മ എനിക്ക് മാറിത്തന്നു. 12 ലക്ഷം രൂപ എനിക്ക് മാറിത്തന്നു. ഞാൻ 2ാമത്തെ വർക്ക് രാമപുരം പഞ്ചായത്തിൽ എടുത്തിട്ടുണ്ട്. ആ സൈറ്റിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം ഞാൻ ഇറക്കി 2ാമത്തെ വർക്ക് പൂർത്തീകരിക്കാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പലതവണ ഞാൻ സാക്ഷ്യം പറയാൻ വന്നപ്പോഴും നടക്കാതെ പോയതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി വർക്ക് തുടങ്ങുന്നുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അതുപോലെ എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇത് തലേ ദിവസമേ ഞാൻ കാണുന്നൊരു സാഹചര്യം എനിക്ക് നിലവിലുണ്ട്. ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. ഇത് ഉടമ്പടിയിൽ എടുത്ത ഒരു കാറായിരുന്നു. ഈ കാറ് ഞാൻ 1,20,000 രൂപയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിന് വിൽക്കുന്നു. സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ വണ്ടി കൊണ്ടു കൊടുത്തു. സുഹൃത്ത് ആദ്യം 1ാമത്തെ ദിവസവും 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് ഈ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഈ വണ്ടി കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ ആ വണ്ടിയിൽ തൂക്കിയിട്ടിരുന്ന കൊന്തയും മാതാവിൻ്റെ, ഞാൻ ഇവിടെ വെഞ്ചരിച്ച് മേടിച്ചുകൊണ്ട് പോയ മാതാവിൻ്റെ ഫോട്ടോയും ഞാൻ ഇളക്കിക്കൊണ്ടാണ് പോകുന്നത്. ഈ 3 ദിവസവും വണ്ടി സ്റ്റാർട്ടാക്കാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീകുമാറെ വണ്ടി എനിക്ക് വേണ്ട, വണ്ടി ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, മാതാവിൻ്റെ ഫോട്ടോ അതിൽ വെച്ചു, ഞാൻ ആ കൊന്ത അതിൽ തൂക്കി, ഞാൻ പ്രാർത്ഥന ചൊല്ലി, ഞാൻ വണ്ടി സ്റ്റാർട്ടായി ഞാനിങ്ങ് കൊണ്ടുപോകുന്നു. അതുപോലെ ഉണ്ടായ ഒരു അനുഭവം, ഞാനും ദീപയും കൂടെ റാന്നിയിലേക്ക് യാത്ര ചെയ്യുക. പൊന്തൻപുഴ വനത്തിന് കുറച്ചപ്പുറത്തായിട്ട് ഈ ദീപ ഭയങ്കരമായിട്ട് എൻ്റെ സൈഡിലിരുന്ന് വഴക്കുണ്ടാക്കുക. എനിക്ക് ദേഷ്യം കയറി. ഞാൻ ദീപയ്ക്കായിട്ട് ഒരടി കൊടുക്കുന്ന രീതിയിൽ ചെന്നപ്പോൾ ഈ വണ്ടിയുടെ സെൻട്രൽ മിററിൽ കിടന്നിരുന്ന മാതാവിൻ്റെ ഈ കൊന്തയും ഈ കണ്ണാടിയും കൂടെ എൻ്റെ അടി കൊണ്ട് തെറിച്ച് സൈഡ് ഡോറിലൂടെ പുറത്തേക്ക് പോയി. ആ ദേഷ്യത്തിൽ ശ്രദ്ധിച്ചില്ല. റാന്നിയിൽ ചെന്നപ്പോഴാണ് കൊന്ത വണ്ടിയിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ മോൻ കാത്തു നിൽക്കുമായിരുന്നു. അവനെ വണ്ടിയെ കയറ്റി തിരിച്ച് എത്രയും പെട്ടെന്ന് ഈ കൊന്ത പോയെടുത്ത് തിരിച്ചു വന്ന് ഞങ്ങൾ 3 പേരും കൂടെ, അപ്പോൾ സമയം 8:30 രാത്രി, 3 പേരും കൂടെ ഈ കൊന്ത മൊബൈലിൻ്റെ വെട്ടത്തിൽ നോക്കുക. കൊന്ത മാത്രം കാണുന്നില്ല, ഈ സെൻട്രൽ മിറർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറോളം നോക്കിയിട്ടും ഇത് കാണാതിരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഈ കൊന്ത കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചു നേരം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 200 മീറ്റർ അപ്പുറത്ത് ഒരു വീട് കാണുന്നുണ്ട്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ദീപയോട് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ പോയി ഒരു ടോർച്ച് മേടിച്ചുകൊണ്ട് വരാം. ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാൻ അച്ചായോ ഒന്ന് വിളിച്ചു. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അച്ചായ ഒരു ടോർച്ച് ഉണ്ടോ എന്ന് തരാമോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാ? അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ദീപയും കൂടെ ഇത് ചെറിയ വഴക്കുണ്ടായി, ഞാനിതുപോലെ അടിച്ചു, എൻ്റെ കൊന്ത നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആ കൊന്ത നോക്കാനാന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ കിടക്കുന്ന കൊന്തയാണോ നിങ്ങളുടെ കൊന്ത എന്ന് എന്നോട് ചോദിക്കുവാണ്. അദ്ദേഹം അതിലെ നടന്നു വന്നപ്പോൾ ആ കൊന്ത അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം അവിടെ പടുത കെട്ടിയ കയറിൽ ഈ കൊന്ത തൂക്കിയിട്ടേക്കുക, രാവിലെ കഴുകിയിട്ട് ഈശോയുടെ രൂപത്തിൽ തൂക്കാൻ. അപ്പോൾ തന്നെ ആ കൊന്ത ഞാൻ വാങ്ങി തിരിച്ചു വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഞാൻ ഉപ്പും തേനും കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്, അവർ സുഖം പ്രാപിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യമായാലും മറ്റുള്ളവരുടെ കാര്യമായാലും പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി എനിക്ക് ഒരു 2 ലക്ഷം രൂപ വേണം. 1 രൂപയ്ക്ക് നിവൃത്തിയില്ലാത്ത ഞാൻ ഇറങ്ങിപ്പോയി. ആ പറയുന്ന സമയത്ത് എനിക്ക് എവിടുന്ന് പൈസ വരുന്നു എന്നെനിക്കറിയത്തില്ല, എനിക്ക് ആ പണം എനിക്ക് കിട്ടുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാതാവിനോടും ഈശോയോടും അടുത്ത് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പം ഒരു 50 പൊതി അല്ലെങ്കിൽ ഒരു 30 പൊതി ചോറ് അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കി അടുത്തുള്ള പാലായിലെ ആശുപത്രിയിൽ എത്തിച്ച് ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയേക്കുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ കാര്യം നടന്ന് കിട്ടണം. അതുപോലെ ഞാൻ ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കന്നഡ പത്രമാണ്. ഞാൻ അടുത്ത ദിവസം ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ പത്രം ഞാൻ കന്നഡയിൽ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയാണ് ഓരോരുത്തർക്കും ഞാൻ പത്രം നൽകുന്നത്, അല്ലാതെ ഓടിക്കൊണ്ട് ചുമ്മാ കൊടുത്തിട്ട് പോരുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാതാവിന് വേണ്ടി ചെയ്യുന്നു. താമസിക്കാതെ ഇതിലും വലിയ സാക്ഷ്യമായി ഞാൻ വീണ്ടും വരും. കാരണം ഞാൻ ഓരോ തവണയും മാതാവ് എനിക്ക് ഓരോ കാര്യം ചെയ്തു തരുമ്പോഴും ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഞാൻ നിൻ്റെ മുൻപിൽ വലിയൊരു സാക്ഷിയായി മാറുമെന്ന്. ഇത് പറയുകയല്ലാതെ ഇവിടോട്ട് വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് നേടിയെടുത്ത് മാതാവ് എന്നെ സഹായിക്കുമ്പോൾ അത് ഞാൻ ദുരുപയോഗപ്പെടുത്തുന്നു എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് എന്തായാലും സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് ഞാൻ ഓർപ്പിച്ചത്. എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങൾ വളരെ വ്യക്തമായ ഒരു ഭാഷയിൽ പറയുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരികെ പോകുമ്പോൾ തന്നെ ആ നിയോഗത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് ആദ്യത്തെ സാക്ഷ്യമില്ല. എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ, അതായത് ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മാതാവിൻ്റെ ഒരു സ്ഥിരീകരണം, ഒരു പക്ഷേ അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലോ നമ്മുടെ നിയോഗങ്ങളുടെ കാര്യത്തിലോ, പക്ഷേ ഈ ഒരു കാര്യത്തിലൊരു സത്യസന്ധതയുണ്ട്, ഇതിലൊരു സത്യമുള്ള പ്രാർത്ഥനയാണെന്ന് ഒരു വ്യക്തി ബോധ്യപ്പെടുന്ന രീതിയിലുള്ളൊരു അനുഭവം ഇവിടെ എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം തിരികെ കിട്ടുവാനായിട്ട് വളരെ പ്രയാസമുണ്ടായിരുന്ന ആ ഒരു കാര്യത്തിൽ 2 പേരുടെ കയ്യിൽ നിന്നും അത് തിരികെ ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യത്തത്. പിന്നെ ചെറിയ അനുഭവങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചുവന്ന ലൈറ്റ് കാണുമ്പം വണ്ടി നിർത്തണമെന്നുള്ളതിന് ഇപ്പോൾ അവിടെ നിന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ബോധ്യമുണ്ട്. ഇപ്പോൾ ഒരു ജപമാല കാണാതെ പോകുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു വണ്ടിയുടെ കാര്യത്തിലുണ്ടായ കാര്യമാണെങ്കിലും അവിടെയൊക്കെ ഈ മാതാവും ജപമാലയും കാശുരൂപവും ഇതൊക്കെ ഒരു മേജർ റോള് അതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു വിശ്വാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഓൾറെഡി മാതാവുമായിട്ട് ഒരു അഭേദ്യമായിട്ട് ഒരു പ്രാർത്ഥന അടുപ്പമുള്ള ഒരാൾക്ക്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മളൊരാളുടെ ഒരു മിണ്ടാതിരുന്നാൽ പോലും സ്വഭാവം മനസ്സിലാക്കുന്ന അത്രയും ഒരു വ്യക്തിയായിട്ട് അടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അവരുടെ ടേബിളിൻ്റെ പുറം കണ്ടാൽ പോലും ഏത് മൂടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്ന രീതി. അത് വളരെ വ്യത്യാസമാണ്. അത് വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനൊരു ബോധ്യത്തിൽ ആ അനുഭവങ്ങളെല്ലാം കോർത്ത് ചേർത്താണ് ഇപ്പം പറഞ്ഞത്. അപ്പം വീണ്ടും മാതാവ് പണി സൈറ്റിലാണെങ്കിലും അതൊക്കെ എടുത്തു പറയുന്ന സാഹചര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സാഹചര്യത്തിലാണ്. ബില്ലെല്ലാം പാസ്സായി അടുത്ത ഇതെല്ലാം തൻ്റെ ഇതിനല്ല ദൈവം നൽകിയതാണ്, അല്ലെങ്കിൽ മാതാവിൻ്റെ ഇടപെടലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത സൈറ്റിൽ പണി തുടങ്ങുന്നതിന് മുമ്പ് ഈ സാക്ഷ്യം പറയേണ്ടതൊരു ഉത്തരവാദിത്വമായിട്ട് മനസ്സിൽ കരുതുന്ന ഒരു ബോധ്യവുമുണ്ട്. അപ്പോൾ ഈ ഒരു ബോധ്യവും ഉള്ളിടത്തോളം മാതാവ് ഇങ്ങനെ കൂടെ സഞ്ചരിക്കുന്ന ഒരു അമ്മയാണെന്നാണല്ലോ ഇവിടെ എല്ലാവരും സാക്ഷ്യത്തിൽ പറയണതും. മാതാവ് അങ്ങനെയാണല്ലോ ഈ ലോകമെമ്പാടും പ്രത്യക്ഷീകരണമെല്ലാം
അതിന് തെളിവാണ്. അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇടപെടൽ ഇനിയും അനുഭവിക്കുവാൻ, ഇനിയും ഇപ്പം അവസാനം നിർത്തിയതുപോലെ വലിയ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ധന്യ. ഞാൻ വരുന്നത് വയനാട് മാനന്തവാടിയുടെ അടുത്ത് പേരിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 2018 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ 2020 ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിന് വിവാഹം നടക്കുന്നതിന് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 33 വയസ്സുള്ളപ്പോൾ തൊട്ട് അനിയന് കല്യാണാലോചനകൾ നോക്കുന്നു, കല്യാണ നിശ്ചയം വരെ അടുക്കുന്നു. അതൊക്കെ മുടങ്ങിപ്പോവും. ഒരുപാട് മാട്രിമോണിയിൽ പരസ്യം കൊടുത്തു. പക്ഷേ ഒന്നും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടാവുന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. അനിയന് ഒരു നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു കല്യാണാലോചന വരികയും പിറ്റേ മാസം നിശ്ചയം നടക്കുകയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ വിവാഹം നടക്കുകയും ചെയ്തു. പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു ഇവിടെ കൃപാസനത്തിൽ വരുന്ന സമയത്ത്. എന്ന് വെച്ചാൽ എൻ്റെ കൈയുടെ മുട്ടിന് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. ആയുർവേദ, ഇംഗ്ലീഷ് കുറേ മരുന്നുകളൊക്കെ ഞാൻ മാറി കഴിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മരുന്ന് കഴിച്ച് മാറിയില്ലെങ്കിൽ കോർട്ടിസോൺ ഇഞ്ചെക്ഷൻ എടുക്കണം. അപ്പം എനിക്ക് എന്ത് അസുഖം വന്നാലും എന്ത് മരുന്ന് കിട്ടിയാലും ഞാൻ അതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുന്നൊരു അസുഖം എനിക്കുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അതിന് കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് എൻ്റെ കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ മുടിയൊന്നും ഇപ്പോൾ കെട്ടിക്കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വലിയ അസ്വസ്ഥതകളായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ആർത്രൈസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മുട്ടുവേദന. ഞാൻ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ എൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കല്ല് പൊടിയുന്ന പോലത്തെ ശബ്ദമായിരുന്നു. പിന്നെ ഒരു 20 വർഷമായിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ അലർജി ഉണ്ട്. മഴ പെയ്യുമ്പോൾ ഞാൻ അകത്തിരിക്കുന്നെങ്കിലും പുറത്ത് മഴ പെയ്യുമ്പോൾ ഞാൻ അകത്തിരുന്ന് തുമ്മാൻ തുടങ്ങും. അങ്ങനെ അലർജി, ബുദ്ധിമുട്ട്, എനിക്ക് ഇല്ലാത്ത അസ്വസ്ഥതകളൊന്നുമില്ല. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് നവംബർ മാസം 2021 അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഞാനിവിടെ വന്ന് ആൾത്താരെ വന്നെന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ ഏറ്റവും വലിയ വൈദ്യനായ ഈശോയുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. എന്നെ ഇനി അമ്മയും ഈശോയും ചികിത്സിച്ചാൽ മതി. ഇനി ഞാൻ ഒരു മരുന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടുന്ന് പോയത്. അതിനുശേഷം ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തേനും ഉടമ്പടി തൈലവും എല്ലാ ദിവസവും ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടി. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഇനി എൻ്റെ വേറൊരു സാക്ഷ്യം, ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു പനി വന്നു. അപ്പോൾ പനി വന്ന് പാരസെറ്റമോളോ മരുന്നുകളൊക്കെ കഴിച്ചെങ്കിലും എനിക്ക് ഉറപ്പായൊരു വിശ്വാസമുണ്ട്. എൻ്റെ കൂടെ അമ്മയുണ്ട്, മാതാവ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിക്കും, അതിനോടൊപ്പം തന്നെ നേർച്ച വസ്തുക്കളൊക്കെ കഴിക്കും. പക്ഷേ അത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് പനി കുറച്ചുകൂടെ കടുത്തു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, നീ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുക, എനിക്ക് തന്നെ എന്തോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ബ്ലഡ് പരിശോധിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ കൗണ്ട് കുറയുവാണ്, അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നത്, അപ്പോൾ എനിക്ക് അഡ്മിറ്റ് ആകാൻ പറ്റത്തില്ല, എനിക്ക് ആൻറ്റിബയോട്ടിക് തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഹസ്ബൻഡുമായിട്ട് പോകുന്നു. പക്ഷേ അന്ന് രാത്രി എന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ വളരെ വലിയ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ചുമ നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, നീ ശാന്തമായിട്ടിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും. പക്ഷേ എൻ്റെ അവസ്ഥ അത്രയും വലുതെങ്കിലും അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ അഡ്മിറ്റായി. ഒരു 10-18ഓളം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് എല്ലാം നെഗറ്റീവാണ്. പക്ഷേ എൻ്റെ പനി കുറയുന്നില്ല. എൻ്റെ കണ്ണുകളിലൊക്കെ മുഴുവൻ കുരുക്കൾ നിറഞ്ഞു, വായിൽ അൾസർ പോലെ. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും അത് താഴോട്ട് ഇറങ്ങി വരുന്നത് വരെ എനിക്കറിയാൻ പറ്റും. എൻ്റെ മേത്തൊക്കെ ശരീരത്തൊക്കെ ഇങ്ങനെ കുരുക്കൾ പോലെ പൊങ്ങി. അപ്പം ഞാൻ ഓർത്തു ഇനി ഡെങ്കിപ്പനിയാണോ എന്താണോ എന്നൊന്നും അറിഞ്ഞൂടാ. ബ്ലഡ് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു നമ്മുടെ ലിവർ ഫങ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു മനുഷ്യന് നമ്മുടെ SGPT SGOT ഒരു 35 താഴെ മതിയായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്കത്
1000-ഉം 900-ഉം ഒക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് പേടിയാണ്. ഞാനോർത്ത് എന്താ മാതാവ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുവാണ്. മാതാവ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ബോധമില്ലാതെ ഞാൻ കിടക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ബോധം കെട്ട അവസ്ഥയിൽ കിടന്നിട്ടും എന്നെ നോക്കി ചിരിക്കാനാണോ അമ്മയെ തോന്നുന്നതെന്ന് ചോദിച്ചു. അതിനുശേഷം എൻ്റെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് ചോദിച്ചു, പാരസെറ്റമോൾ അങ്ങനെ വല്ല മരുന്നും കഴിക്കുന്നുണ്ടോ എന്തോ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഒരു മരുന്നും കഴിക്കാറില്ല. എനിക്ക് എന്ത് വയ്യായിക വന്നാലും ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് കഴിക്കുന്നത്. എനിക്കതുകൊണ്ട് എനിക്കൊന്നും വരുത്തത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും പറയണം ഡോക്ടറെ എന്നോട്, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാശ് രൂപ ഇങ്ങനെ മുറുകെ പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിൻ്റെ ലിവറിൽ ബ്ലഡ് ക്ലോട്ടായിക്കൊണ്ടിരിക്കുവാണ്, മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞോ കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കരൾ ഒരു ജീർണിച്ച അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കത്തില്ല, ഞാൻ അവിടുന്ന് സാധാരണ എന്നെ ഒരു സ്ട്രക്ചറിൽ വേണം മേളിലോട്ട് കൊണ്ടുപോകാനായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ നടന്ന് മേളിൽ ചെന്ന്. പിന്നെ എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്താ സംഭവിക്കുന്നതെന്ന്. എൻ്റെ ബോധം നഷ്ടപ്പെടുന്നു. എനിക്ക് ചുമയെന്ന് വെച്ചാൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചുമ വന്നിട്ടില്ല. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നു. എൻ്റെ ഹസ്ബൻഡ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. വീട്ടിൽ എൻ്റെ മക്കൾ ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ ആരും കൂടെ വന്ന് നിൽക്കാനൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡും ആകെ പേടിച്ചു പോയി, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നെ എവിടെയും കൊണ്ടുപോകണ്ട, എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം 2-3 തുള്ളി എൻ്റെ വായിലോട്ട് ഇരിച്ചു. അപ്പം മരുന്ന് തരുന്ന അനുസരിച്ചിട്ട് പനി കുറയും. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ വിറയ്ക്കുകയും പനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ഉടമ്പടി ആരാധന. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു സാക്ഷ്യം എടുത്ത് വെച്ച് തന്നു. അത് വെച്ചെന്ന് വെച്ചാൽ ഇവിടെ വെൻറ്റിലേറ്ററിലായിരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് മാതാവ് വന്ന് സൗഖ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, ഇവിടെ ആശുപത്രിയിൽ വന്ന് എന്നെ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ മയങ്ങി പോകുന്ന സമയത്ത് ഞാനിങ്ങനെ സ്വപ്നം കണ്ട കുറേ പേര് എന്നെ വന്ന് വിളിക്കുന്നുണ്ട് എവിടെയോ പോകാനായിട്ട്. അപ്പോൾ അവരിങ്ങനെ വെള്ള വസ്ത്രമൊക്കെ ഇട്ടിരിക്കുന്ന. അപ്പോൾ മാതാവ് ഒരു സൈഡിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ മാതാവ് ഇങ്ങനെ തന്നെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ മരണത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ചുമയ്ക്കുമ്പോഴൊക്കെ ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇതൊന്നും പറഞ്ഞില്ല, കാര്യം പുള്ളിക്കാരൻ പേടിക്കുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ ആ ആരാധനയും കേട്ട് അന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എൻ്റെ എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, എനിക്ക് ന്യൂമോണിയ എൻ്റെ ലങ്സിൽ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. ന്യൂമോണിയ അത് കടുത്ത് അതൊരു ഹെമറേജ് സ്റ്റേജിലെന്ന് വെച്ചാൽ ഒരു ബ്ലീഡിങ് ഉണ്ടാകത്തക്ക രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് എന്നെ എൻ്റെ മാതാവ് സുഖപ്പെടുത്തിക്കോളും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ ഉടമ്പടി തൈലം വായിലിറ്റിച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ എന്ന് വെച്ചാൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എല്ലാം നോർമലാകാൻ തുടങ്ങി. പിറ്റേ ദിവസം എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അതിന് തലേ ദിവസം ന്യൂമോണിയ ആണെന്ന് പറഞ്ഞ് എൻ്റെ ലങ്സിന് ഒരു കുഴപ്പവും. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ അതിൽ നിന്നും അത്ഭുതകരമായിട്ട് എൻ്റെ ജീവൻ എന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. 3-ാമത്തെ സാക്ഷ്യം, എൻ്റെ അനിയത്തി കേട്ടറ്റ് എക്സാം 2-3 പ്രാവശ്യമൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അത് കിട്ടുന്ന 1 മാർക്കിനൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും അത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കേട്ടറ്റ് എക്സാമിൽ നല്ല മാർക്ക് നൽകി പരിശുദ്ധാമ്മ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോള് BSc നഴ്സിംഗ് 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാം കഴിയുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, എൻ്റെ ആൻറ്റി എക്സാം ഭയങ്കര പാടായിരുന്നു, എനിക്ക് ടഫായിരുന്നു. ഞാൻ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, മാതാവെല്ലാം നോക്കിക്കോളും. റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ ചേച്ചിയുടെ മോള് നല്ല മാർക്കോടുകൂടി തന്നെ ജയിച്ചു. പിന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സാധാരണ നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അടുപ്പിച്ച് പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത ശേഷം എല്ലാ ദിവസവും തന്നെ കുർബാന മുടങ്ങാതെ കാണുന്നതിനും അല്ലാതെ തന്നെ കൊന്തയൊല്ലി പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹം തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും തോറും ഞാനും ഹസ്ബൻഡും കൊണ്ടുനടന്ന് കൊടുക്കാറുണ്ട്. അല്ലാതെ പിന്നെ എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ എല്ലാവർക്കും കാരുണ്യപ്രവൃത്തിയായിട്ടും എന്ത് സഹായം ചോദിച്ചാലും ഞാൻ അവർക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് 10-12 വർഷമായിട്ട് ഗൾഫിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വെക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല.
അപ്പോൾ ഞാനിവിടെ വന്ന് പലരും ഇങ്ങനെ സാക്ഷ്യം പറയുന്ന കേട്ടിട്ടുണ്ട്. വീട് സ്ഥലവും അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ അടുത്ത് തന്നെ അമ്മ വീട് സ്ഥലവും തന്ന് അനുഗ്രഹിച്ചെന്ന്. അപ്പം ഞാനും ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അമ്മയോട് ഈ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധ മാതാവിൻ്റെ ദേവാലയത്തിനടുത്ത് തന്നെ വീട് സ്ഥലവും വാങ്ങിക്കാൻ സാധിച്ചു. അത് കൂടാതെ തന്നെ വേറെ കുറച്ച് സ്ഥലം കൂടെ അമ്മ ഞങ്ങൾക്ക് തന്നു അനുഗ്രഹിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടും അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇടവരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ മാതാവിനെ സ്വപ്നത്തിൽ കാണുക എന്ന് പറയണത് അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടും, അല്ലെങ്കിൽ ഉടമ്പടി ഇരിക്കുന്നവരങ്ങനെ ഒരു സ്വപ്നത്തിൽ കാണുക എന്ന് പറയണത് എപ്പോഴും ഉടമ്പടിയുടെ ഒരു ദൈവാനുഭവമായിട്ടും പരിശുദ്ധ അമ്മയുടെ സഞ്ചരിക്കുന്ന സാന്നിധ്യമായിട്ടാണ് നമ്മളതിനെ വായിക്കുന്നത്. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ കുറേയേറെ സാക്ഷ്യങ്ങളിൽ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടുവെന്നും നേരിട്ട് കണ്ടുവെന്നും ദർശനത്തിൽ കണ്ടുവെന്നും കൂടെ വന്നു, അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ. അപ്പം മാതാവ് ഈ ഒരു ഉടമ്പടി യാത്രയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഒരു പക്ഷേ ആ വ്യക്തി മനസ്സിലാക്കുവാനായിട്ട്, ബോധ്യപ്പെടുവാനായിട്ട് ഇങ്ങനെയുള്ള ഒരു സെലസ്റ്റിയൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡയമെൻഷൻ ഹെവൻലി അനുഭവങ്ങൾ സഹായിക്കുന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം മാനുഷിക യുക്തിയിൽ മാറ്റുമ്പോഴും എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ അത് നമ്മുടെ നിയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വപ്നങ്ങളും. കാരണം ഈ സ്വപ്നം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കറിയാം, ദൈവികമായ ഹിതം വെളിപ്പെടുത്തുന്ന കർത്താവ് ഉപയോഗിക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ മാർഗ്ഗമാണ്. അത് ഔസേപ്പിതാവിൻ്റെയൊക്കെ തിരുനാൾ ആഘോഷം നമ്മൾ വരുമ്പം ഔസേപ്പിതാവിന് സ്വപ്നത്തിലാണ് മാതാവിൻ്റെ കാര്യം. അപ്പം ഈ ഒരു സ്വപ്നം അല്ലെങ്കിൽ പൂർവ്വപിതാവായ ഔസേപ്പിതാവിൻ്റെ അല്ലെങ്കിൽ ജോസഫിൻ്റെ സ്വപ്നവും നമ്മൾ ഇതെല്ലാം അതിന് വ്യാഖ്യാനം കൊടുക്കുന്നു. അപ്പോൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം എടുത്തുപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് സ്വപ്നം എന്ന മാധ്യമത്തെ ദൈവം ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരുപാട് പേര് ഇതുണ്ട്. പിന്നെ രണ്ടാമത്തേത്, ഈ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലാണ് ക്ലാരിറ്റി കിട്ടണത്. ഒരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു ഇങ്ങനെ വന്ന് സൗഖ്യം, ഞാൻ വേറൊരു സാക്ഷ്യത്തിൽ അങ്ങനെ. അപ്പോൾ ഓരോ സാക്ഷ്യങ്ങളും വളരെ സത്യസന്ധമായിട്ട് അവരുടെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നത്. അനുഭവിക്കുന്നവരെ നമുക്കതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ ഉടമ്പടിയിൽ ഓരോ വ്യക്തിയും തൻ്റെ അനുഭവങ്ങൾ പ്രാർത്ഥനയോടെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുമ്പോൾ അത് പ്രാർത്ഥനയോടെ കേൾക്കുന്നവർക്കൊക്കെയും അതൊരു അഭിഷേകത്തിന് കാരണമാകുന്നൊരു സംശയമില്ല. അപ്പോൾ അതും കോട്ട് ചെയ്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലും കടന്നു വരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. അപ്പോൾ ആ എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പീരിയൻസിനെ കൺഫേം ചെയ്യാണ്ട് ദൈവം ഒരു അനുഭവം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അതിനേക്കാളും അപ്പുറം ഉടമ്പടി എടുക്കുന്നവർക്ക് എല്ലാവരും പറയുന്നൊരു കാര്യം, ഒരു ഭാരലഘുത്വത്തിൻ്റെ ഒരു ആത്മീയതയാണ്. അതായത് എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നടക്കുമ്പോഴും, ഇപ്പോൾ ഇതിൽ പറയുന്ന പോലെ ഡോക്ടറിനോട് വളരെ വളരെ ആശ്വാസത്തോട് ഇങ്ങനെ പറഞ്ഞോളൂ, എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന്. അപ്പോൾ അങ്ങനൊരു മാനസിക അവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത് വലിയൊരു അനുഭവമാണ്. അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ പറയും, ഇരുൾ മൂടിയ താഴ്വരയിലൂടെ നടന്നാലും ഭയം എന്തെന്ന് ഞാൻ അറിയത്തില്ലെന്ന് പറയുന്ന കർത്താവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. അതായത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അഗ്നിയുടെ നടുവിൽ നടന്നാലും അഗ്നി നിന്നെ തീണ്ടത്തില്ലെന്ന് പറയുന്നത് പോലെ ഇതൊരു ഉടമ്പടിയുടെ ഒരു പ്രോമിസാണ്. കാരണം എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും സംബഡി ഈസ് ദെയർ ടു സപ്പോർട്ട്, സംബഡി ഈസ് ദെയർ ടു ലീഡ് മീ എന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിനാണ് പിന്നീട് പറയുന്നത്. അത് പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇതെല്ലാം പ്രധാനപ്പെട്ട, ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ലഭിച്ച ആ സ്വർഗീയമായ ഇടപെടലിനും ആ ബോധ്യത്തിനും ഒപ്പം അതിലേക്ക് ഇടവന്ന എല്ലാ സാഹചര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ശുക്രീന എന്നാണ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ്. എനിക്ക് പറയാനുള്ളത്, മാതാവ് എൻ്റെ ജീവിതത്തിൽ എല്ലാ പേപ്പറുകളുടെയും സമയം ചുരുക്കി തന്നതാണ്. കാരണം ഞാൻ OET എഴുതി ഓസ്ട്രേലിയയുടെ വർക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്നത്. അത് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. അത് അപ്പോഴും മനസ്സിൽ എൻ്റെ മമ്മി എപ്പോഴും പറയായിരുന്നു, നമുക്ക് ഒരു തടസ്സം വരുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. ആ തടസ്സങ്ങളെല്ലാം കഴിഞ്ഞ് കോവിഡ് സമയത്താണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മമ്മി ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ മമ്മി എപ്പോഴും എന്നോട് പറയായിരുന്നു, നീ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കുക, അപ്പം നിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതാ, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ മമ്മി പറഞ്ഞു, എന്നാലും
ഒന്ന് പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ OET പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു അവൾക്ക് എൻഡോമൈട്രൈറ്റീസ് ആണ്, 90% അവൾക്ക് കുട്ടികളുണ്ടാവില്ല. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം അവൾ എൻഡോമെട്രൈറ്റിസ് എന്ന് വെച്ചാൽ അതിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് ചിരണ്ടി കളയണം. അതിന് വേണ്ടി അൾട്രാസൗണ്ടിന് ചെന്ന് ആ ടേബിളിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടെന്ന്. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മാതാവ് എന്നോട് പറയുവാണ് നീ കൃപാസനത്തിൽ വരണം എന്ന മെസ്സേജാണ് അന്നേരം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ മമ്മി പറഞ്ഞു നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, യൂട്യൂബിലുണ്ട്. അപ്പം ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനകളും കേട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടൊരു ഓപ്പണിംഗ് വന്നു. ഞാൻ സബ്മിറ്റ് ചെയ്തു. കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ എൻ്റെ പേപ്പറുകളൊക്കെ ശരിയായി തുടങ്ങി. അപ്പോൾ ഞാൻ വിസയ്ക്ക് വെക്കാൻ ചെന്നപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയയുടെ റിജക്ഷൻ വന്നുകൊണ്ട് എനിക്ക് കിട്ടാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ മാതാവിന് ഇഷ്ടമുള്ള കൊച്ചായിട്ട് ഞാൻ ജീവിച്ചോളാം. എനിക്കിത് 13ാമത്തെ ദിവസം എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി ഞാൻ വിസ വന്ന് തുറന്നു നോക്കുന്നത്. ഞാൻ ഒരു എന്താ പറയുക വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യണേ. അപ്പം ഞാൻ വെള്ളി ഒഴിവാക്കി ശനി ഒഴിവാക്കി തിങ്കളാഴ്ച മുതലാണ് ഞാൻ കണക്ക് കൂട്ടണേ. പക്ഷെ മാതാവ് ഇത് വെള്ളിയാഴ്ച മുതലാണ്. കറക്റ്റ് 13ാമത്തെ ദിവസം എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് എനിക്ക് വന്നു. അത് കഴിഞ്ഞ് വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ OET എഴുതേണ്ട റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കിന് കുറേ സമയം എടുക്കും. അപ്പോൾ ഈ കിട്ടിയ വിസ കയറി പോകാമെന്ന് ഓർത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണേ എൻ്റെ ബാംഗ്ലൂരത്തെ രജിസ്ട്രേഷൻ തീർന്നുപോയി. ഞാൻ വന്നാലേ പുതുക്കി തരുള്ളൂ. ചെന്നിട്ട് 3 മാസം പോലും ആയിട്ടില്ല. അവർ മര്യാദയ്ക്ക് നമ്മളോടൊരു ആറ്റിറ്റ്യൂഡ് പോലും ആവാത്തൊരു സമയത്ത് നമുക്ക് എന്നാ പറയുക ചെന്നൊരു പെട്ടെന്ന് ലീവ് ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ തവണ എനിക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം, അതുപോലെ തന്നെ എനിക്ക് ലീവ് കിട്ടണമെന്ന് പറഞ്ഞു. അവരെനിക്ക് ഒരാഴ്ചത്തെ ലീവ് വന്നു. അത് കറക്റ്റ് ഫെസ്റ്റിവൽ ടൈമാണ്. അപ്പോൾ ഞാൻ വന്നിട്ടും കാര്യമില്ല. അപ്പം ഞാൻ അടുത്ത് തന്നെ ചെന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് പറയാനൊന്നുമില്ല, നീ സംസാരിക്കണം. എനിക്ക് സംസാരിച്ചാൽ അവർ ലീവ് തരൂല. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ ഒരാഴ്ച തന്നിട്ടുണ്ട്, ആ സമയം ലീവാണ്, എനിക്കൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാം നീ ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യാനാണ്, 2 ആഴ്ച പൊക്കോളാൻ. ആ നിമിഷം എന്താ പറയുക ആ റൂമിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സംസാരിച്ചായിരുന്നെങ്കിൽ ആ ലീവ് മാറ്റി കിട്ടൂല. മാതാവ് സംസാരിച്ചുകൊണ്ട് ഒരാഴ്ച എന്നുള്ളത് 2 ആഴ്ചയായി. ഞാനിവിടെ വന്നു, എൻ്റെ പേപ്പർ വർക്കുകൾ കഴിഞ്ഞു, തിരിച്ചു ചെന്നു, DL സബ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ജനുവരി 20-ാം തീയതി 2026 എനിക്ക് DL കിട്ടണമെന്ന്. എല്ലാ പ്രോസസ്സുകളും ഡിലേ ആയ ക്രിസ്മസിൻ്റെ വെക്കേഷനുള്ളതെല്ലാം കണക്ക് കൂട്ടിയാലും 26 കിട്ടാൻ വഴിയില്ല. പക്ഷേ എനിക്ക് ജനുവരി 4 22ാമത്തെ ദിവസം എൻ്റെ DL എനിക്ക് കിട്ടി. അതുപോലെ തന്നെ അപ്പം സമയങ്ങളെല്ലാം അന്നൊക്കെ ഡിലേ വരുന്ന കാരണങ്ങളാണ്. DLകളൊക്കെ 6-7 മാസം എടുക്കുന്ന ഒരു സമയത്താണ് അത്രയും കുറഞ്ഞ പീരീഡിൽ കിട്ടുന്നത്. ഇത് കഴിഞ്ഞു, ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത വിസ ഒന്നും മാറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വക്കീൽ മുഖാന്തരം കൊടുത്തു, എന്താ പറയുക നമുക്ക് മാറ്റി കിട്ടാനായിട്ട്. അവർ ഒരു റിപ്ലൈകളും തരുന്നില്ല. മാതാവിനോട് ഞാൻ പറഞ്ഞു ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു മറുപടി വേണമെന്ന്. മറുപടി കിട്ടി, എല്ലാം റിജക്റ്റ് അടിച്ച് എനിക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ മാതാവ് എന്നാ ചെയ്യണ്ടേ? അപ്പോൾ തന്നെ പറഞ്ഞു നാട്ടിൽ പോയിട്ട് 1 മുതൽ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ തന്നെ നാട്ടിൽ വന്നു. ഞാൻ AWS എന്ന് പറഞ്ഞ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. സാധാരണ 1.5 മാസം to 3 മാസമാണ് അതിൻ്റെ കാലാവധി. എനിക്ക് 2 ദിവസം കൊണ്ട് 10-ാം തീയതി സബ്മിറ്റ് ചെയ്തത് 12-ാം തീയതി എൻ്റെ കൈ കിട്ടി. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല എങ്ങനെ AWS എനിക്ക് കിട്ടി എന്നുള്ളത്. എൻ്റെ റിജക്റ്റ് ആയതിന് കാരണം ഈ സാധനം ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞു ഇത് വെച്ച് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. ഓക്കെ ശരി ഞാൻ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് എക്സ്പയറി ആവുക. അപ്പം ഞാൻ കർണാടക യൂണിവേഴ്സിറ്റിയിൽ മറ്റേ KNCയിൽ പോയിരിക്കുക. അവർ പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഇല്ലാണ്ട് നിങ്ങൾക്കൊരു സാധനം തരൂല. ഞാൻ പറഞ്ഞു നിങ്ങൾ ആകെ 14 സ്ലോട്ടാണ് ഇടുന്നതിന് മുമ്പേ അത് തീർന്നു പോകും, ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ്. അവർ പറഞ്ഞു അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സംസാരിച്ചാൽ ഇവിടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവില്ല, അവർക്ക് ഞാൻ പറയണത് മനസ്സിലാവില്ല, അവരതൊട്ട് അണ്ടർസ്റ്റാൻഡും ചെയ്യത്തില്ല, നീ അവിടെ നിന്ന് ഇറങ്ങി വരണം ഈ നിമിഷം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവില്ല എന്ന് പറഞ്ഞു. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പുറത്തിരുന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഈ പേപ്പറില്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ നടന്നതിന് ഒരു വിലയില്ലാതെ ആയിപ്പോവും, എനിക്ക് ഈ പേപ്പർ വേണം കേട്ടോ എന്ന് പറഞ്ഞു. ആ ടേബിളിൽ ഇരുന്നപ്പോൾ എന്നോട് പറയുക 4 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിസ വരുമെന്ന്. അപ്പോൾ ഞാൻ ഒരിക്കലും
എമർജൻസി വിസയ്ക്ക് കൊടുത്താൽ പോലും 4 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നറിയില്ല. ഞാൻ അപ്പം പറഞ്ഞു, ചേച്ചി നമുക്ക് AWS കിട്ടിയല്ലോ, നമുക്ക് വക്കീലിനെ കൊണ്ട് ഒന്നും കൂടി അപ്പീൽ കൊടുപ്പിച്ചാലോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് അപ്പീൽ കൊടുത്തു. 4ാമത്തെ ദിവസം തിങ്കളാഴ്ച മാതാവ് എന്നോട് പറഞ്ഞിട്ട് വ്യാഴാഴ്ച എനിക്ക് മെയിൽ വന്നു, എൻ്റെ വിസ അപ്രൂവ് ആയിരുന്നു. ഗുഡ് സ്റ്റാൻഡിങ് കർണാടക നഴ്സിംഗ് കൗൺസിലിൽ ഒരിക്കലും 2ാമതൊരു സ്ലോട്ട് ഇടണയല്ല. അന്ന് ഞങ്ങൾ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മാതാവ് അവിടെ ഇടപെട്ട് പുതിയ സ്ലോട്ട് 4:30 ആയപ്പോൾ അവർ ഇട്ടു. എന്നിട്ട് അവർ വന്ന് പറഞ്ഞു പുതിയ സ്ലോട്ട് ഇട്ടിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല, കാരണം നിങ്ങളിവിടെ നിന്ന് എന്നെ ഇറങ്ങി പോകാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചു പോയി നോക്കിയിട്ട് പറഞ്ഞു എല്ലാം ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് അവരോട് സംസാരിച്ചത് കൊണ്ടാണ്, അല്ലാതെ ഇന്ന് വരെ ആ ഏജൻസിക്കാർ വരെ എല്ലാവരും പറഞ്ഞു ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അവരില്ലെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇന്ന സ്ലോട്ട് ഇട്ടു, നാളെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ആ പേപ്പറുകൾ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ പേപ്പറുകളൊക്കെ കിട്ടി. ഡിസംബർ മാസം അവധിയാണ്. എനിക്ക് പേപ്പറുകളൊക്കെ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ശരിയായിക്കൊണ്ടിരിക്കുന്നത്. നവംബറിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിസംബറിലാണ് അഡാപ്റ്റേഷൻ്റെ പ്രോഗ്രാം വരുന്നത്. അത് ഒരെണ്ണേ ഉള്ളൂ, പിന്നെ ജാനുവരിയിലേ ഉള്ളൂ. അങ്ങനെ വന്നാലും അഡാപ്റ്റേഷൻ കഴിയുമ്പോഴത്തേക്കും എൻ്റെ OET എക്സ്പയർ ആവാറാവും. അപ്പോൾ അതിൻ്റെ പേടിയായിരുന്നു. ആ പേടി കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്തെങ്കിലും ഒരു വഴി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ HR വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഈ വരുന്ന നവംബർ 6-ാം തീയതിയിലത്തെ സ്ലോട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, എത്രയും വേഗം കയറിപ്പോരെന്ന് പറഞ്ഞു. 1-ാം തീയതി പറഞ്ഞു, 2-ാം തീയതി ഇവിടെ നിന്ന് കയറിപ്പോയി. മാതാവ് എല്ലാത്തിനും വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നിൻ്റെ കാര്യത്തിന് മാത്രം എന്താ ഇത്രത്തോളം തടസ്സങ്ങൾ, വെറുതെ കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന ഒരു അപ്പോയിൻമെൻറ്റ് എല്ലാത്തിനും തടസ്സം വരുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്താ പറയുക, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഞാൻ മാതാവിൻ്റെ എവിടെ പോയാലും വലതേ കയ്യിൽ മാതാവിനെയും പിടിക്കും, ഇടത് കയ്യിൽ തമ്പുരാനെയും പിടിച്ചിട്ട് പോണേ. ഞാൻ എനിക്കിങ്ങനെ. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു, ദൈവം കൂടുതൽ ശക്തിയുള്ളവനോടാ ഒരു കാര്യം ചെയ്യാൻ പറയുള്ളൂ, നിനക്കത് ഫൈറ്റ് ചെയ്യാൻ നേടാൻ പറ്റുമായിരിക്കും, നീ പോകുന്ന വഴികൾ നിനക്ക് റെഡിയാക്കാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കും തമ്പുരാൻ അങ്ങനെ ഒരു ഇത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു എന്നെ എത്രത്തോളം ഞാൻ വിഷമിക്കുന്നോ അത്രത്തിനേക്കാളും വേഗത്തിൽ, കാരണം അതെല്ലാം എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഇത്രയും വേഗം എങ്ങനെയാണ് പേപ്പർ ശരിയായി കിട്ടിയെന്ന്. അതുപോലെ തന്നെ ഈ പേപ്പറുകളൊക്കെ വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താ പറയുക, മാതാവിനോട് പറയും, മാതാവ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മാതാവിൻ്റെ മടിയിൽ കിടന്ന് എനിക്ക് ഉറങ്ങണം. അപ്പോൾ തലവണയിൽ തല വെച്ചിട്ട് ഞാൻ പറയും, ഞാൻ മാതാവിൻ്റെ മടിയിലാണ് കിടക്കുന്നത്, എനിക്ക് ഉറങ്ങണം എന്ന് പറയും. അങ്ങനെ അതുപോലെ തന്നെ ക്രാഷ് റൂമോടത്ത് കൈ പിടിച്ചിട്ട് നെഞ്ചയിൽ വെച്ച് കഴിയുമ്പോൾ ബലൂണിൻ്റെ കാറ്റഴിച്ചിട്ട പോലെ ആ ടെൻഷൻ അങ്ങോട്ട് പോകും. ഞാൻ പറയും എന്നെക്കൊണ്ട് ഇത് സാധ്യമല്ല, അച്ഛൻ പറയണ പോലെ ഏൽപ്പിക്കാൻ ഒരാൾ, തുണയ്ക്ക് വരാൻ ഒരാൾ, എവിടെ പോയിരുന്നാലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആദ്യം ചെയ്യുന്നത് ഡിമെൻഷ്യ കേരള. അതെന്ന് വെച്ചാൽ അവർക്ക് അവരാരാന്ന് പോലും അറിയില്ല, അവർ നമ്മളെ ഉപദ്രവിക്കും അറിഞ്ഞുകൊണ്ടല്ല. പക്ഷേ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞു തമ്പുരാൻ്റെ സഹനം, ആ അടിച്ച അടികളിൽ അത്രയൊന്നും ഞാൻ കൊള്ളുന്നില്ല. തമ്പുരാൻ ആ അടിയേറ്റ ചാട്ടവാറിനേറ്റ അടിയുടെ ഒരെണ്ണം പോലും ഞാൻ കൊള്ളുന്നില്ല. അപ്പം നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയും. അവർ ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ തമ്പുരാൻ്റെ നാമത്തിൽ കൊടുക്കും. ഞാൻ പറയും അവരൊന്ന് വാ തുറക്കണേ, അവർക്ക് ഫുഡ് കഴിക്കണോ വേണ്ടയോ എന്ന് അവർക്കറിയില്ല. അങ്ങനെ എൻ്റെ പ്രൊഫഷനിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും തമ്പുരാനെയും മാതാവിനെ ഇറക്കി കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ദേഷ്യപ്പെടും, ഞാൻ ഇതാക്കും, പക്ഷേ അത് ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടുവരാനും മാപ്പ് ചോദിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിനും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, നിങ്ങൾ തമ്മിൽ നല്ല കമ്പനിയല്ലേ, അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മതി. എനിക്ക് എപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും സംസാരിച്ചുകൊണ്ട് പോവാൻ, കൂടെ എന്താ പറയുക, ആരോട് സംസാരിച്ചാലും മനസ്സിനൊരു സുഖം കിട്ടണമെന്നില്ല. പക്ഷേ തമ്പുരാനും മാതാവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, എപ്പോഴും സംസാരിക്കാനും തമ്മിത്തല്ല് കൂടാനും പരാതി പറയാനും എല്ലാം ഒരാളാണ്. അപ്പം ഞാൻ എവിടെ പോവുകയാണെങ്കിലും വലതേ കയ്യിൽ മാതാവിനെ പിടിക്കും, ഇടത്തെ കയ്യിൽ ഈശോയിനെയും പിടിക്കും. ബാ നമുക്ക് പോവാം, ഒപ്പം മാതാവിൻ്റെ ഈശോൻ്റെ ഒപ്പം നടക്കാനായിട്ട് എന്താ പറയുക, അത്രത്തോളം എന്താ പറയുക ഉയർത്തിക്കൊണ്ടുവന്നു മാതാവ്. കാരണം പ്രാർത്ഥനയല്ല, ജീവിതം മാതാവിനോടും തമ്പുരാനോടും ഒപ്പം ആക്കാൻ ഉടമ്പടിയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു ഷെയിം അത് മാറിക്കിട്ടും. കാരണം എന്തും ചോദിക്കാൻ പറ്റാവുന്ന എൻ്റെ അപ്പനാണ്, എന്തും ചോദിക്കാൻ പറ്റുന്ന എൻ്റെ അമ്മയാണ്. ആ ഒരു ലെവൽ എന്താ പറയുക, കൂടെ എപ്പോഴും തനിച്ചാന്ന് തോന്നാത്തൊരവസ്ഥ. ചില വിഷമങ്ങൾക്ക് ആർക്കും സൊല്യൂഷൻ തരാൻ പറ്റില്ല, ചില വിഷമങ്ങൾ ആരാലും ഷെയർ ചെയ്യാനും പറ്റില്ല. പക്ഷേ
ആ സമാധാനം തരാൻ മാതാവിനും പറ്റും, ഈശോയ്ക്കും പറ്റും. ഞാനിവിടെ ഒരു തവണ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, നിൻ്റെ സാക്ഷ്യം പറയാറായിട്ടില്ല. കാരണം അന്നേരം എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ കടന്നു പോയിട്ടില്ല. ഇത്രയും എന്താ പറയുക പ്രശ്നങ്ങളിലൂടെ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ, അതായത് എൻഡ് പോയിൻ്റ് എന്ന് വിചാരിച്ചോടത്തിൽ കൂടിയാണ് മാതാവ് എനിക്ക് എല്ലാം സാധിച്ചു തന്നത്. കാരണം നമ്മൾ കുറച്ച് നേരം ലിസൺ ചെയ്താൽ മാതാവ് സംസാരിക്കുന്ന കേൾക്കാമെന്ന് എല്ലാവരും പറയും. പക്ഷേ അതിന് നമ്മളതിന് സമയം കൊടുക്കാറില്ല. പക്ഷേ എന്നോട് ഓരോ കാര്യങ്ങളും ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന തീയതി എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ആ തീയതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പപ്പയുടെ അനിയൻ്റെ മോളുണ്ട്, അവൾ 2 പ്രാവശ്യം വെയിറ്റ് ചെയ്ത് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി എടുത്തിട്ട് എഴുത്. 3ാമത്തെ പ്രാവശ്യം എഴുതി കിട്ടി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂകളൊന്നും കിട്ടിയില്ല. അപ്പോൾ ആളോട് പറഞ്ഞു ഉടമ്പടി പുതുക്കിയിട്ട് മാതാവിനോട് ചോദിക്കുക. അവൾ ഡേറ്റ് വെച്ചു സെപ്റ്റംബർ 30 അവൾക്ക് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ എഴുതി അവൾ പാസ്സായി. അയർലൻഡിൽ രജിസ്ട്രേഷന് കൊടുക്കാറായി. അതുപോലെ തന്നെ എൻ്റെ അനിയന് എന്താ പറയുക, ഞങ്ങൾ അയർലൻഡിലാണ്, അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ഞാൻ അവളോട് പറഞ്ഞു, നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല, മനസ്സ് മാറ്റേണ്ടത് തമ്പുരാനാണ്. അമ്മയോട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്തേക്കണേ. ഞങ്ങൾ 2 പേരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അവൻ തന്നെ ഇങ്ങോട്ട് വന്നു, ഇൻ്റർവ്യൂ വല്ലതും ഉണ്ടോ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. ഇന്നലെ അവൻ്റെ കോൺട്രാക്റ്റ് വന്നു, ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. ആരെക്കുറിച്ച് നമുക്ക് നിർബന്ധിക്കാനോ ആരെയും നമുക്ക് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മാതാവിനോട് പറഞ്ഞാൽ മതി. മാതാവ് അതിനുള്ള വഴികൾ നമുക്ക് ഒരുക്കി തരും. അവിടെ എന്താ പറയുക, ഒരു പ്രത്യേക കരുതൽ നമുക്ക് വേണ്ടിയുണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ ചാച്ചന് ഒരു ലിവർ സിറോസിസ് പോലെ വന്നു, വയറ് വെള്ളം കെട്ടണമായിരുന്നു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയത് അങ്ങോട്ടാണ്. അന്ന് ഉപ്പ് കലക്കി ചാച്ചന് കൊടുത്തു, തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അപ്പോൾ മമ്മി പറഞ്ഞു, വേണ്ട, നീ തന്നെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. എനിക്കെന്താ പറയുക, എൻ്റെ പ്രാർത്ഥനയിൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ എന്താ പറയുക, നമ്മൾ വിശ്വസിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിലൊത്തൊരു എന്താ പറയുക റിസൾട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. എന്താ പറയുക, ചാച്ചനിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. 1.5 വർഷമായിട്ടൊരു കുഴപ്പങ്ങളുമില്ല, മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹാഷിബോട്ട തൈറോയിഡൈറ്റിസാണ്, ഒരിക്കലും നേരെ ആവില്ലായിരുന്നു. പക്ഷേ ഇപ്പം മരുന്നുകളൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങി, നോർമൽ റേഞ്ചിലേക്ക് പയ്യെ വന്നു തുടങ്ങണു. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട്. പക്ഷേ ഈശോനോട് ഞാൻ പറയും, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ ഉണ്ടാവണം, അവിടുന്ന് വണ്ടി ഓടിക്കണം. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു പേടിയും കൂടാതെ വണ്ടി ഓടിച്ചു തുടങ്ങി. എല്ലാം എന്താ പറയുക, ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ധൈര്യവും ആരോഗ്യം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് അതിൻ്റെ ഒപ്പം വരുന്നത്. എന്താ പറയുക, ഏത് ഒറ്റപ്പെട്ട സ്ഥലത്തും മാതാവും ഈശോയും കൂടെ ഉണ്ടാവും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു അനുഭവം, അത് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറയുവാനായിട്ട് ദൈവം ഈ സാക്ഷ്യത്തിൽ ഇടവരുത്തിയിട്ടുണ്ട്. അതിൽ ഈ സമയത്തിൻ്റെ ചുരുക്കത്തിൻ്റെ കാര്യമാണ് കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് പറഞ്ഞത്. ഓരോ സാഹചര്യത്തിലും ഒരുപാട് നീളേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ സമയം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമയത്തിന് മേൽ ഒരു അധികാരമുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് കാനായിലെ കല്യാണ വിരുന്നിലും ഈശോ സമയമായില്ല എന്ന് പറയുമ്പോൾ, അത് മാതാവ് കർത്താവ് പറയുന്നതൊക്കെ ചെയ്താൽ ആ സമയമാക്കി തരുവാനായിട്ടുള്ളൊരു പ്രത്യേക ഒരു പവർഫുൾ ഇൻ്റർസെഷന് വേണ്ടിയുള്ളൊരു അധികാരം സ്വർഗീയ പിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യക്ഷീകരണം സമയഘടികാരം വെച്ച് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡേറ്റും സമയവും സ്വപ്നവും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് വായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ തന്നെ ഈ സാക്ഷ്യത്തിൽ ഈ ചെവിയിലിങ്ങനെ മന്ത്രിച്ചു എന്നൊക്കെ പറയുന്നതും, അപ്പം നമ്മൾ ഇതൊക്കെ ഒരു ദൈവാനുഭവങ്ങളാണ്. 2-3 പ്രാവശ്യം മാതാവ് തന്നെയാണ് നോട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും ഉടമ്പടി എടുക്കണമെന്നും നീ ഇങ്ങനെ ചെയ്യണമെന്നും ഒക്കെ ഉള്ളൊരു, ഇത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും, ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലും ജോബ് പറയുന്നുണ്ട്, എൻ്റെ ചെവിയുടെ അവിടെ ഒരു നിമന്ത്രണം ഞാൻ കേട്ടു, ഒരു വചനത്തിൻ്റെ നിമന്ത്രണം ഞാൻ കേട്ടു, അതനുസരിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു വചനാസ്പദമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ അല്ലെങ്കിൽ വചനം പോലെ തന്നെ, അപ്പം നമ്മുടെ ഫോക്കസും നമ്മുടെ വഴിയും ഒരു സ്വയം വിശുദ്ധീകരണമൊക്കെ നമ്മൾ കുമ്പസാരത്തിലും കുർബാനയിലൂടെ ഒക്കെ ചെയ്ത് ജീവിതം ക്രമീകരിക്കുമ്പോൾ ഈ ബൈബിളിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നമ്മുടെ അനുഭവങ്ങൾ വെച്ച് ദൈവം അടിവരയിട്ട് സ്ഥിരീകരിക്കും. അതാണ് എല്ലാവരും ഇവിടെ പറയുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ ഒരു പരിധി വരെ നടക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരുപാട് പേര് ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമാണ്. അവരുടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കിങ്ങനെ തോന്നി, ഇങ്ങനെ ചെയ്യാൻ തോന്നി, അത് കേട്ടു, ശബ്ദം കേട്ടു എന്നൊക്കെ. അപ്പം നമുക്കിതൊക്കെ വ്യക്തി അനുഭവമാണ്, നമുക്കിനി ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ ആഴമുള്ളവർക്ക്
അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഭവം ലഭിക്കുകയും ചെയ്യുന്ന ഒരിടം കൂടിയാണ്. കാരണം അമ്മയുടെ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇത്തരം സാക്ഷ്യങ്ങളാണ് ഇവിടെ നമ്മൾ അടയാളങ്ങളായിട്ട് സ്ഥിരീകരിക്കുക. ഏറെ പ്രത്യേകിച്ച് ഒപ്പം തന്നെ വ്യക്തിപരമായിട്ടും ഒരുപാട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് പുറപ്പാടിന് 33 അധ്യായത്തിൽ പറയുന്നുണ്ട്, മോശയുമായിട്ട് ദൈവം മുഖാമുഖം സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ദൈവ മക്കളെന്ന രീതിയിൽ ഇങ്ങനെ ഈശോയുടെ മാതാവിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാനായിട്ട് ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിപ്പം പറയുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഈശോയും മാതാവും കൂടെ ഉണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന നമുക്ക് ആര് എനിക്കെതിരെ നിൽക്കുന്നൊരു പറഞ്ഞ. അപ്പം ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് ചെന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാനുഭവം, അത്ഭുതം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത്, ഈ ഒരു ഇത്രയും ലോകത്തിൽ വിശ്വാസത്തിനൊക്കെ തള്ളിപ്പറയുന്നവരുടെ എണ്ണം ഒരുപക്ഷെ വിശ്വാസത്തിൽ ഏറ്റുപറയുന്നവരെക്കാൾ കൂടി വരുന്നൊരു സമയത്തൊക്കെ ഇങ്ങനെ ബോധ്യത്തോടെ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഒരുപാട് തുറവിയുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്ന തരത്തിലുള്ളൊരു സോളിഡായിട്ടൊരു ദൈവാനുഭവം നൽകുവാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയോടൊപ്പം ദൈവം സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച ഒരു സാക്ഷ്യം നമുക്ക് അനുഭവീയമാകട്ടെ. ഒപ്പം നമുക്ക് ഇതുപോലെ ദൈവാനുഭവം മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യത്തോടെ പറയാൻ തക്കവിധമുള്ള ദൈവാനുഭവം ലഭിക്കുവാൻ, ഉടമ്പടിയിൽ വിശ്വസ്തത പാലിക്കുവാനായിട്ട് ദൈവം ഈ സാക്ഷ്യം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.